എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ദേവിയുടെ ഒരു തിരുനാമം 5 ജോലികൾ ചെയ്യുന്ന ദേവിക്ക്, അതുകൊണ്ടാണ് നമ്മളെ പഞ്ചകൃത്യ പരായണ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ആ നാമങ്ങള്: സൃഷ്ടികർത്രി ബ്രഹ്മരൂപ, ഗോപ്ത്രി ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി, സദാശിവ അനുഗ്രഹത. ഈ രീതിയിൽ നമുക്ക് സഹസ്രനാമത്തെ 5 ഗ്രൂപ്പായിട്ട് തിരിക്കാം. അപ്പൊ ഈ ജഗത്ത് നടക്കുന്നതിനുള്ള 5 പ്രവർത്തികൾ വേണം, അല്ലെ? ഇപ്പൊ ത്രിമൂർത്തികൾ 3 തൊഴിലുകൾ ചെയ്യുന്നു എന്ന് പറയുമെങ്കിലും പഞ്ചകൃത്യങ്ങളാണ് ഈ ജഗത്ത്. അപ്പോൾ ഒരു സാധാരണ ജനങ്ങൾക്ക് ആണ് 3 എന്ന് പറയുന്നത്. കാണാനും ഗ്രഹിക്കാനും പറ്റുന്നത് സാധാരണ ജനങ്ങൾക്ക് 3 ഉള്ളൂ. പക്ഷേ അതിനപ്പുറം നടക്കുന്ന 2 കർമ്മങ്ങളും കൂടെ ഉണ്ട്. അതിനെ അറിയാനോ അത് മനസ്സിലാക്കാനോ പറ്റില്ല. അതുകൊണ്ട് ശ്രീവിദ്യ ഉപാസകർക്ക് മാത്രമേ ഈ പഞ്ചകൃത്യങ്ങളെ കുറിച്ച് അറിയുവാൻ കഴിയൂ. അപ്പൊ ഈ ജഗത് വ്യാപാരം എന്നാൽ എന്താണ്? ഈ ജഗത്തിൽ നടക്കുന്ന വ്യാപാരം. അപ്പോ അതെന്താണെന്ന് ചോദിച്ചാല് പുനരഭി ജനനം പുനരഭി മരണം, അതാണ്. ഇപ്പൊ ദർ ഇസ് എ സൈക്കിൾ. ഇപ്പൊ വന്ന ജീവൻ കുറച്ചു കാലം കഴിഞ്ഞ് ശരീരം ഉപേക്ഷിക്കുന്നു, പിന്നെ വേറൊരു ശരീരം എടുത്തു വരുന്നു. ഇതിനെയാണ് നമ്മൾ ജഗത് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടക്കുന്നതിന് എന്തൊക്കെ ആക്ടിവിറ്റി വേണ്ടി വരും? ആദ്യം ഒരു ജീവനെ സൃഷ്ടിക്കണം, ഈ ജീവൻ ഒരു ജഗത്തിൽ വന്ന് സ്ഥിതി ചെയ്യണം, ഇതിനെ രക്ഷിക്കണം, പിന്നെ ഈ ജഗത്തിൽ നിന്ന് നീക്കപ്പെടണം. അതിനെയാണ് നമ്മൾ സംഹാരം. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം. ശരിക്കും സംഹാരം എന്നതില്ല. ശരിക്കും പറഞ്ഞാല് ഒരു ജീവൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ട്രാൻസ്ഫോംഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ അനദർ ഫോം. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു രൂപത്തിൽ മാറ്റപ്പെടുന്നതിനാണ് നമ്മുടെ തലത്തില് മനുഷ്യരതിനെ സംഹാരം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അർജുനൻ ഭഗവാനോട് യുദ്ധസ്ഥലമായിരിക്കുന്ന കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ മടിച്ചത് അവർ തന്റെ ബന്ധുക്കളായതുകൊണ്ട് മാത്രമല്ല, അവരുടെ ജീവനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ എന്ത് നേടാൻ എന്ന ദുഃഖമായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, അല്ലെ? ഈ ബന്ധുക്കളെല്ലാം തന്നെ എന്തിനാണ് ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കുന്നത്? ഈ ബന്ധുക്കളല്ലേ എന്റെ ബലം എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞ മറുപടിയാണ്, നീ ഇല്ലാതാക്കിയില്ലെങ്കിലും ഇവരുടെ ശരീരം ഇല്ലാതാകും, അത് നിശ്ചയമാണ്. നീ ഒരു ആയുധം മാത്രം, നീ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, മീഡിയ ആണ്. ഈ ശരീരം ഇല്ലാതാകും. അപ്പൊ ഈ ഡിസ്ട്രക്ഷൻ അല്ല, അതിന്റെ അർത്ഥം എന്താണ്? ട്രാൻസ്ഫോർമേഷൻ എന്ന് മാത്രമാണ്. ഇപ്പൊ ഡിസ്ട്രക്ഷൻ എന്നാലും മുഴുവനും ഒന്നും അവശേഷിക്കാതെ ഇല്ലാതാക്കുന്നതാണ് ഡിസ്ട്രക്ഷൻ. ഇത് സാധ്യമല്ല. കാരണം ക്രിയേഷൻ, മെയിൻ്റെനൻസ്, പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് മാത്രമേ സാധിക്കൂ ഈ പ്രപഞ്ചത്തില്. അപ്പോ ഈ ഒരു പേര് തന്നെ ആ ഒരു ഇല്ലാതാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റില്ല. പഞ്ചഭൂത തലത്തിലാണെങ്കിലും ആത്മാവിന്റെ തലത്തിലാണെങ്കിലും നമുക്ക് മാറ്റമേ സംഭവിക്കുള്ളൂ. അപ്പൊ ഇതിനെ എന്താ പറയാ, പൊട്ടിച്ച് തീയിലിട്ട് ഉരുക്കി ഇതിന്റെ ഷേപ്പ് മാറ്റാം. നമ്മൾ സ്വർണത്തിനെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് വസ്തുക്കളെയും നമുക്ക് അതിന്റെ ഷേപ്പ് മാറ്റാം, അല്ലെ? പക്ഷെ അതിന്റെ ആ ഒരു മണം കാറ്റിൽ തങ്ങും. ഇതിൽ ആറ്റംസ് വേറെ വേറെ മാറും. പക്ഷെ അത് വേറെ എന്തോ ഒന്നാക്കി മാറ്റാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിനുണ്ട്. അതാണ് ദേവി. നമ്മൾ ഒന്നിനെ ഇനി ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് വേറൊരു രൂപത്തിലൂടെ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് സോ മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന ആ ഫിസിക്സ് തിയറി. നമ്മൾ എങ്ങനെയൊക്കെ അതിനെ മാറ്റി ഇല്ലാതായി എന്ന് വിചാരിച്ചാലും അത് വേറൊരു രൂപത്തിൽ ഈ ജഗത്തില് പ്രത്യക്ഷപ്പെടും. ഇത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്. ആ ശരീരം അങ്ങനെ ഇരിക്കില്ല, വേറെ ഏതോ ഒരു മോളിക്കുലർ ട്രാൻസ്ഫോർമേഷൻ നടക്കും, അതിന്റെ രൂപം മാറും. കാരണം അത് ആറ്റംസും മോളിക്യൂൾസുമായി കാറ്റിലും അഗ്നിയിലും ഭൂമിയിലും ജലത്തിലും കലരും. അതിന് നാശമില്ല. അപ്പൊ നമുക്ക് 3 കാര്യങ്ങള് കണ്ടു, അല്ലെ? സൃഷ്ടി, സ്ഥിതി, മാറ്റപ്പെടൽ. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, സംഹാരം എന്ന് പറയണ്ട. സമ്പൂർണമായി ഹരിക്കപ്പെടാൻ ഇവിടെ ഒന്നും ഇല്ല, ഹനിക്കപ്പെടാൻ പറ്റില്ല. ഈ 3 നടക്കണമെങ്കിൽ ഇതിലും പ്രധാനപ്പെട്ട വേറൊന്നും നടക്കണം. എല്ലാറ്റിനും ആധാരമായിട്ട് ഒരെണ്ണം ഉണ്ട്. അത് മനുഷ്യനറിയില്ല, കാണാൻ പറ്റില്ല. ദേവി അതിനെ മറച്ചു കളയാണ് ചെയ്യുന്നത്. കാരണം അത് പറഞ്ഞാല് മനുഷ്യബുദ്ധിക്ക് താങ്ങാതെ അത് ആപത്തായിട്ട് മാറും. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? തിരോധാനം. തിരോധാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക. അതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. മായ കണ്ണിനെ മറയ്ക്കുന്നു.
ഇപ്പൊ ലോക മായയായിട്ടിരുന്ന് എല്ലാറ്റിനെയും ദേവി മറയ്ക്കുകയാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചാലും നാം ഓരോരുത്തരും എന്താ പറയാ, ഇന്ന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് എല്ലാം ലിസ്റ്റ് ഇട്ട് അവിടെ എന്താ പറയാ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത്. അവിടെ ഓടി ഇവിടെ ഓടി 18 മണിക്കൂറും ജോലി ചെയ്ത് രാത്രി താൻ ഇവയൊക്കെ ചെയ്തു എന്ന് അഭിമാനിക്കണു, ഇല്ലേ? അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. ഇന്ന് ചെയ്തതിന്റെ ഇരട്ടി നാളെ നേടി എന്നൊക്കെ എന്തൊക്കെയോ നമ്മൾ പിടിച്ചടക്കുന്നു എന്നൊക്കെ നമ്മൾ സ്വയം വിചാരിക്കാറുണ്ട്. അതെല്ലാം തന്നെ ശാശ്വതമാണോ? ഈ ഓട്ടങ്ങളെല്ലാം എന്തൊക്കെയോ നേടിയെടുക്കുന്നില്ലേ? നമ്മൾ വേറെ എന്തൊക്കെയോ ഭൗതികമായിട്ട് നേടുന്നു എന്ന് പറയുന്നത് അത് എന്താ പറയാ, നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ തന്നിരിക്കുന്ന ജോലിയാ ചെയ്യുന്നത്, അത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് അതിനെ മറയ്ക്കൽ എന്ന് പറയുന്നത്, അഥവാ തിരോധാനം എന്ന് പറയുന്നത്. കാരണം ഓരോ ജീവനും അറിയാം എന്താണ് എന്താ പെർമനന്റ് ആയിട്ട് ഈ ലൈഫിൽ യാതൊന്നും ഇല്ല. ആ ഒരു പെർമനന്റ് ഇൻ ലൈഫ് ഈസ് ദാറ്റ് ദ സെയിം ലൈഫ് വിൽ ബി ഡിസ്ട്രോയിഡ്. ശരിക്കും ഒരു പെർമനന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാല് എന്താ, ആത്മാവ് മാത്രമാണ്. അത് മാത്രമേ പെർമനന്റ് ആയിട്ടുള്ളൂ. വള്ളുവരോട് ചോദിച്ചു, ഈ ലോകത്തിന് ഭൂമിക്ക് എന്താണ് ഇത്രയും വലിയ ഒരു അത്ഭുതമെന്ന്. അപ്പൊ തന്റെ സ്വന്തം അച്ചുതണ്ടില് കറങ്ങുന്നതാണോ അതോ ഉരുണ്ടിരിക്കുന്നതാണോ 24 മണിക്കൂർ കൊണ്ട് ചുറ്റുന്നതാണോ? ഇതിന് മറുപടിയായിട്ട് വള്ളുവര് പറഞ്ഞു, ഇന്നലെ കണ്ടവർ ഇന്ന് ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നു. എന്താണ് ഈ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? അപ്പൊ നമുക്ക് ലൈഫ് ഈസ് നോട്ട് ഡെഫിനിറ്റ്, പിന്നെ എന്താ നമുക്ക് അത് സത്യമല്ല. അപ്പൊ നമ്മൾ ഈ കാണുന്നത് സത്യമല്ലേ എന്ന് പറഞ്ഞാല് സത്യമല്ല എന്ന് പറയുന്നത് തന്നെയാണ് മഹാത്ഭുതം. കാരണം രാവിലെ കാണുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തി വൈകിട്ട് കാണുന്നില്ല, അവരെവിടെ പോയി? ഇത് തന്നെയാണ് മഹാത്ഭുതം എന്ന് പറയാം, അല്ലെ? ഒരു കുട്ടി ജനിക്കണു, അത് നല്ലതായിട്ട് വളരുമോ ചീത്തയാകുമോ, സമ്പന്നനാകുമോ വിഡ്ഢിയാകുമോ, ഒന്നും നമുക്ക് പറ്റില്ല, അറിയില്ല. ഉറപ്പായിട്ട് പറയാം, അവൻ ഒരു ദിവസം മരിക്കും. നമുക്ക് പറയാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചുകുഞ്ഞ് ഭൂമിയിൽ വന്ന എപ്പോഴെങ്കിലും ഒരിക്കൽ ഇത് ഭൂമി വിട്ടുപോകും, അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ജഗത് വ്യാപാരം എന്നത് ജീവനുകൾ വന്ന് എന്തൊക്കെയോ കാട്ടി ഒടുവിൽ കടന്നു പോകുന്നു. അപ്പൊ ഇത് മറച്ചു വെക്കുന്ന കർമ്മം, അതാണ് മഹാമായ, അംബിക, പരാശക്തി, ദേവി. അപ്പോ അത് തിരോധാനം എന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും മാത്രമല്ല ഇത് ഉള്ളത്, സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർക്കും ഉണ്ടെന്നർത്ഥം. അപ്പൊ എല്ലാവർക്കും തിരോധാനമുണ്ട്. ഇത് വളരെ ഗഹനമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം മഹേശ്വരനും അഴിവുണ്ടെന്ന് പറയുന്നു. ഒരു കുട്ടി ജനിച്ച് വളർന്ന് മരിക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതൊക്കെ കൊണ്ടാണ് ഈ 3 കർമ്മങ്ങൾക്ക് മാത്രം സാധാരണ ജനങ്ങള് അറിയുന്ന രീതിയിൽ പറയുന്നത്. കാരണം കണ്ണിന് കാണാൻ പറ്റാത്തത് നമുക്ക് മനസ്സിലാകില്ല. അപ്പൊ അതാണ് മറയ്ക്കുക എന്ന് പറയുന്ന തിരോധാനം. ഇവിടെ അങ്ങനെ ജനിച്ച് മരിച്ച് എന്താണ് ദേവി ഇവിടെ ചെയ്യുന്നത്? ചിലത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, അത് നമുക്ക് അംഗീകരിക്കാൻ മാത്രമേ പറ്റൂ, അല്ലേ? അപ്പൊ ഇങ്ങനെ എന്തിന് കഷ്ടപ്പെടണം? കാരണം മഹാപെരിയവര് പറയും, ഈ ജീവനുകളെല്ലാം സത്തിനെ വിട്ട് തുള്ളികളായ ഈ ചിത്താണ് മാറുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പിറവി, നമ്മൾ വീണ്ടും വീണ്ടും പിറവി എടുക്കുക എന്ന് പറയുന്നത്. സ്ഥാവര ജംഗമങ്ങളായിട്ട് എത്ര ജന്മങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, കോടി ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നെങ്കിലും ഒരിക്കല് കർമ്മവിനകളെ നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ട് സത്കർമ്മം ആ ഒരു സത്തില്, അതായത് പരമ്പൊരുളിൽ ചെന്ന് ചേരും. അത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോ കോടിയിൽ ഒന്നാകും. അങ്ങനെ ജീവനുകൾക്ക് കൊടുക്കുന്ന അവസരങ്ങളാണ് നമ്മൾ ജന്മങ്ങൾ എന്ന് പറയുന്നത്. തിരിച്ചുള്ള യാത്രയാണ്. ഇതിനാണ് കാമേശ്വരനും കാമേശ്വരിയും ഈ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചാൻസ് തരാനും അവർ തയ്യാറാണ്. ഒരു ജീവനെങ്കിലും സച്ചിദാനന്ദത്തിൽ ആറാടി എന്തു തന്നെ ആയാലും ആ അനുഗ്രഹം, സദാശിവന്റെ അനുഗ്രഹം അവിടെ എത്തിച്ചേരും എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് ചാൻസസ് തന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അവസാനം അനുഗ്രഹം. ഈ പഞ്ചകൃത്യങ്ങളാണ് ഈ 1000 നാമങ്ങളെന്ന് ഒരു വീക്ഷണ കോണിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം.
അപ്പൊ ആദ്യം സൃഷ്ടി ചെയ്യുന്ന അമ്മ ശ്രീമാത, രണ്ടാമത് മഹാരാജ്ഞി ഉണ്ടായതിനെ സംഹരിക്കുക, പിന്നെ ശ്രീമത് സിംഹാസനേശ്വരി. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു റിവേഴ്സ് ആയിട്ട് നോക്കണമെങ്കിൽ ഹിംസേശ്വരി, ഹിംസ നൽകുന്നത്. അപ്പൊ ഇങ്ങനെ ദേവിയുടെ പ്രധാനപ്പെട്ട ഈ കൃത്യങ്ങളെ നമുക്ക് എന്താ പറയാ, ലളിതാ സഹസ്രനാമത്തിന്റെ കോർ, അതായത് ലളിതാ സഹസ്രനാമം ഇതിൽ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇന്ന് നമ്മള് ഒരു പ്രധാനപ്പെട്ട എന്താണ് ഈ ലളിതാ സഹസ്രനാമം വരാൻ തന്നെ കാരണമായിരിക്കുന്ന പ്രധാന തത്വത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ദേവിയുടെ 3 രൂപങ്ങളാണ്, 3 ഡിവൈൻ ഫോംസ് ആണ്. എന്തൊക്കെയാണ്? സ്ഥൂലം, ദേവിയുടെ ഫിസിക്കൽ ഫോം, സൂക്ഷ്മ രൂപം എന്ന് പറയുന്ന മന്ത്രരൂപം, പരരൂപം എന്ന് പറയുന്ന വാസനാരൂപം. അപ്പോ നമുക്ക് ഈ എന്താ പറയാ, നമ്മുടെ ഈ അറിവ് എവിടെ നിന്നാണ് നമുക്ക് വന്നു ചേരുന്നത്? നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന്. നമ്മുടെ കഴിഞ്ഞു പോയിരിക്കുന്ന കർമ്മങ്ങള് വാസനാരൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തെ 14 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ 14 ചാപ്റ്റേഴ്സ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലെ. ആദ്യത്തെ ആ ഒരു മാതൃ അവതാരം, അടുത്തത് ശ്രീമൻ നഗരം, മൂന്നാമത്തത് ഭണ്ഡാസുര വധം, നാലാമത്തത് മന്ത്രരൂപം, അഞ്ചാമത്തത് കുണ്ടലിനി രൂപം, 6 ഭക്ത അനുഗ്രഹം, 7 നിർഗുണ ഉപാസന, 8 സഗുണോപാസന, 9 പഞ്ചബ്രഹ്മ സ്വരൂപം, 10 ക്ഷേത്രജ്ഞ രൂപം, 11 പീഠാനി അംഗദേവ, 12 യോഗിനി ന്യാസം, 13 വിഭൂതി വിസ്താര മാർഗ സാമരസ്യം, 14 ശിവശക്തി ഐക്യ രൂപം. അപ്പൊ നമ്മൾ ഇതില് കണ്ടത് 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കണ്ടത് അല്ലെ. ഇപ്പൊ ശ്രീമൻ നഗരം കണ്ടു, 9 മന്ത്രങ്ങളാണ് അതിനകത്ത് നമ്മൾ കണ്ടു. ആദ്യത്തെ മാതൃ അവതാരം അതും കണ്ടു. അടുത്തത് നമ്മൾ മൂന്നാമതായിട്ട് പ്രവേശിക്കാൻ പോകുന്നത് ഭണ്ഡാസുര വധത്തിലേക്കാണ്. കാരണം ഭണ്ഡാസുര വധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദേവിയുടെ ജന്മ ഉദ്ദേശം, ദേവി ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് ആവിർഭൂതമാകുന്നത് തന്നെ ഭണ്ഡാസുരനെ വധിക്കാനാണ് അല്ലെ. അപ്പോ ഈ ഭണ്ഡാസുരൻ ആരാണ്? ഇതിന്റെ തത്വം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിന്റെ നാമാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാൻ. കാരണം തത്വം അറിയാതെ ഭണ്ഡാസുരനെ വധിക്കാൻ കുറെ ശക്തികൾ വന്നു, അവരാരൊക്കെയാണ്, ഇങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ബേസിക്കല് ഞാൻ ഏത് ചാപ്റ്റർ എടുത്താലും അതിന്റെ ഓരോ നാമങ്ങൾ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ അതിന്റെ തത്വാർത്ഥങ്ങൾ, കാരണം ശ്രീവിദ്യ ഉപാസകനെ സംബന്ധിച്ച് ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് അവനവന്റെ ഉപാസ്യ ദേവതയാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ബാഹ്യ അർത്ഥത്തിൽ നിന്ന് സൂക്ഷ്മതരം സൂക്ഷ്മതമത്തിലേക്ക് പോണെങ്കിൽ എന്ത് വേണം? അമ്മയുടെ ലളിതാ സഹസ്രനാമം നമ്മൾ കണ്ടു, മന്ത്രസ്വരൂപമായിരിക്കുന്ന പഞ്ചദശിയിൽ നിന്ന് മനസ്സ് വികസിതമായി ബാഹ്യമായിരിക്കുന്ന പ്രകൃതിയായിരിക്കുന്ന ആ പ്രകൃതിയും ഞാനും ഒന്നാണ് എന്നുള്ള തത്വത്തില് എത്തിച്ചേരണം. അതിനെയാണ് തത്വമസി മഹാവാക്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എത്തിച്ചേരണമെങ്കിൽ മനസ്സ് വികസിക്കണം. ലളിതാ സഹസ്രനാമത്തിലൂടെ മാത്രമേ നമുക്ക് ദേവിയെ പ്രപഞ്ചമായിട്ടും ഞാനായിട്ടും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ദേവി എന്തിനാണ് വന്നത്? ഈ 1000 നാമങ്ങളും ബേസ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ആളിനെ വധിക്കാനാണ് ദേവി വന്നിരിക്കുന്നത്. ആരാ? ഭണ്ഡാസുരൻ. അപ്പൊ എത്ര തലത്തിലാണ് ഭണ്ഡാസുരൻ അവിടെ നമ്മുടെ ഉള്ളില് പ്രകടമായിട്ടിരിക്കുന്നത്? സ്ഥൂല രൂപത്തില്, സൂക്ഷ്മ രൂപത്തില്, വാസനാ രൂപത്തില് എല്ലാം ഭണ്ഡാസുരന്റെ ആൾക്കാരും നമ്മുടെ കൂടെ തന്നെ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിനെ വേരോടെ പിഴുത് കളയണം അല്ലെ. അതിനാണ് ദേവിയുടെ ശക്തി സമൂഹവുമായിട്ട് എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഏതോന്ന് ചോദിച്ചാൽ ഭണ്ഡാസുര വധം തന്നെ. ഇത് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാല്, ഈ ഭണ്ഡാസുരനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചാല് മറ്റുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വെറുതെ നമ്മളൊന്ന് ഓടിച്ചു പോയാൽ മതി. കാരണം പിന്നെ ദേവിയുടെ വിഭൂതി വിസ്താരയോഗമാണ്, മന്ത്രസ്വരൂപമാണ്. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ ഭണ്ഡാസുരനെ അറിയണം. ഈ ഭണ്ഡാസുരനെ എന്താ പറയാ, നിർമൂലനം ചെയ്യണം, നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയണം. അതുകൊണ്ട് 64 മുതൽ 83 വരെയുള്ള നാമങ്ങള് വളരെ പ്രധാനമാണ് ലളിതാ സഹസ്രനാമത്തില്. ഒരു ഉപാസകനെ സംബന്ധിച്ച് ദേവിയെ അറിയണമെങ്കിൽ ഈ അർത്ഥം, അതായത് 64 മുതൽ 83 വരെയുള്ള സൂക്ഷ്മാർത്ഥങ്ങൾ നന്നായിട്ട് അറിയണം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓരോ നാമവും എടുത്ത് പറഞ്ഞു പോകും, അതിലൊന്നും കാര്യമില്ല. കാരണം അതിന്റെ സ്ഥൂലാർത്ഥം മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ഞാൻ ആദ്യമായിട്ട് ഏത് ചാപ്റ്റർ എടുത്താലും നമുക്ക് അതിന്റെ സൂക്ഷ്മാർത്ഥം പഠിച്ചിട്ട് വേണം കാരണം സൂക്ഷ്മമായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നിട്ടേ സ്ഥൂലം പഠിച്ചിട്ട് കാര്യമുള്ളൂ.
നമ്മൾ സ്ഥൂലത്തിൽ നിൽക്കുന്നു, സൂക്ഷ്മത്തെ മറന്നു പോകുന്നു. അതുകൊണ്ട് നമുക്ക് ആന്തരികമായിട്ടുള്ള യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആന്തരികമായിട്ടുള്ള മാറ്റം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ അന്തർമുഖത്വം വേണം. അമ്മ എവിടെയാണ് ഇരിക്കുന്നത്? എവിടുന്ന് ആവിർഭൂത? അതാണ് ഇപ്പൊ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ഒരു ജീവൻ എപ്പോഴാണോ ഞാൻ ആര്, എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എന്താണ് നേടേണ്ടത്, എന്റെ ലക്ഷ്യം എന്താണ്, 3 ചോദ്യങ്ങൾ അല്ലെ? ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത് തന്നെയാണ് നമുക്ക് സാധന എന്ന് പറയാൻ പറ്റുക. നമ്മൾ സാധനാപാത്തിൽ പ്രവേശിക്കുന്ന ഒരാള് ആദ്യത്തെ ചോദ്യം എന്താണ്? ജീവൻ, ഞാൻ ആരാണ്, എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എല്ലാവരും ജീവിതത്തിൽ ഒരിക്കൽ ചോദിക്കും, എന്തിന് ഈ ഭൂമിയിൽ വന്നു ഞാൻ? നമ്മൾ ചോദിക്കില്ലേ? സുഖങ്ങൾ വരുമ്പോ ആരും ചോദിക്കില്ല, ദുഃഖങ്ങൾ വരുമ്പോ ചോദിക്കും. ചോദിച്ചാലേ നമ്മൾ മനുഷ്യനാവുള്ളൂ. എന്താണ് എനിക്കിവിടെ നേടേണ്ടി വരുന്നത്? കാരണം നേടിയതൊന്നും നമ്മുടെ കയ്യിലില്ല, നേടിയതിൽ നിന്നെല്ലാം ദുഃഖം വരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഈ ഒരു ജന്മത്തിന്റെ ലക്ഷ്യം? അപ്പൊ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധനാ മാർഗത്തിൽ പ്രവേശിക്കുന്നത്. ആദ്യത്തെ ഉത്തരം എന്താണ്? ഞാൻ ബ്രഹ്മമാണ്, ഇല്ലേ? പരമാത്മാവാണ്, ശിവനാണ്. ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ? അപ്പൊ നമുക്കതിന്റെ അതിനെ ഊന്നൽ കൊടുത്ത് നമുക്ക് അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലേക്കുള്ള യാത്ര. രണ്ടെന്താ? ഞാൻ ഭൂമിയിൽ വന്നത് എന്തിനാണ്? സാധന ചെയ്യാൻ, ഒരു ട്രെയിനിങ്ങിന് വന്നിരിക്കുകയാണ് നമ്മള്. കാരണം എന്താ? ഇതുവരെയുള്ള നമ്മുടെ ജന്മങ്ങളിലെ പൂർത്തീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ശരീരമെടുക്കാൻ, ശരീരമാകുന്ന ആ ഒരു ഉപാധിയിലൂടെ സാധന ചെയ്ത ഒരു ട്രെയിനിങ് പീരീഡാണ് വീണ്ടും മനുഷ്യജന്മം വന്നിരിക്കുന്നത്. 2, എന്തിനാണ് വന്നതെന്നുള്ള ചോദ്യത്തിനാണ്. ആത്മീയ സാധനയ്ക്ക്, അതായത് തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നത് അറിയാൻ ഈ ലോകത്തിൽ തന്നെ വരണം, അല്ലെ? അല്ലാതെ നമുക്ക് പുണ്യം സമ്പാദിക്കാൻ പറ്റില്ല. ഭൂമിയാണ് നമുക്ക് സുഖം തരുന്ന സ്ഥലം. അവിടുത്തെ കാലാവസ്ഥ, ആഹാരം, നല്ല ജപം എല്ലാം ഭൂമിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ജപിക്കാൻ പറ്റില്ല, പുണ്യം സമ്പാദിക്കാൻ പറ്റില്ല, ദാനം ചെയ്യാൻ പറ്റില്ല, മനുഷ്യരെ അറിയാൻ പറ്റില്ല. ഇവിടെ കിട്ടുന്നതെല്ലാം അതേപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെക്കാനേ അന്യലോകങ്ങളിൽ പറ്റൂ. വീണ്ടും നമുക്ക് പുണ്യം വേണമെങ്കിൽ എന്ത് വേണം? ഈ ഭൂമിയിൽ തന്നെ വരണം. അപ്പൊ എന്തിനാ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്? വീണ്ടും വീണ്ടും ഇവിടുത്തെ കുറെ സാധനങ്ങൾ ഓണർഷിപ്പിന് വേണ്ടിയിട്ടാണോ? അല്ല. എന്താ? ഞാൻ എന്തിനു വന്നു എന്നുള്ള ലക്ഷ്യത്തെ കണ്ടെത്തണം. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 3ാമത്തേതായിട്ട് തന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ ലാഭനഷ്ടം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആണ്. എല്ലാത്തിലും നമുക്ക് ലാഭനഷ്ടങ്ങളുണ്ട്, അല്ലെ? അപ്പോ നമുക്കറിയാം, എനി ആക്ഷൻ വിൽ ഹാവ് എ റിസൾട്ട്. എല്ലാത്തിനും, ഏത് കർമ്മത്തിനും ഒരു ഫലമുണ്ട്. അപ്പൊ സത്യത്തെ സത്യമായി അറിയണം. യാമിനി സതി എന്ന് ദേവിയെ പറയാറുണ്ട്. എല്ലാവരുടെയും ഉള്ളിലാണ് സത്യം ഇരിക്കുന്നത്. ആ സത്യത്തെ അറിയണം. അപ്പൊ ഈ 3 ചോദ്യങ്ങളും നന്നായിട്ട് അറിയണമെങ്കിൽ ഈ അധ്യായം നമ്മൾ നന്നായിട്ട് അറിയണം. നമ്മുടെ ഹൃദയ പത്മം അല്ലെങ്കിൽ ഹൃദയത്തിലെ 4 അറകളുണ്ട്. അതിനെയാണ് 4 ചേംബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്ന ഹാർട്ടിന് 4 അറകളുണ്ട്. ശ്രീമൻ നഗരത്തിന് 4 ശിഖരങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ദേവി എവിടെയാണ് ഇരിക്കുന്നത്? ശ്രീമൻ നഗര നായിക. അപ്പൊ അവിടെ ഒരു ഗൃഹമുണ്ട്, ചിന്താമണി ഗൃഹം, ഇല്ലേ? ദേവി അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ശ്രീമൻ നഗരം എന്ന് പറയുമ്പോൾ 4 ശിഖരങ്ങളോട് കൂടിയതാണ്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, 3 ചുറ്റു ശിഖരങ്ങള്. അപ്പൊ ദേവിയുടേത് എവിടെ ഇരിക്കണു? നടുക്കിരിക്കുന്നു. അപ്പൊ ദേവി ഇരിക്കുന്നത് എവിടെയാണ്? സുധാസാഗര മധ്യസ്ഥ, മഹാപീഠസ്ഥയായിട്ട് ദേവി ഇരിക്കുന്നു. അപ്പൊ മനുഷ്യന് ശരിക്കും പറഞ്ഞാല് രക്തം വേണം, അല്ലെ? ജീവിക്കാനായിട്ട്. രക്തം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം. അപ്പൊ ദേവന്മാര് ജീവിക്കുന്നത് എന്താണ്? അവർക്ക് ശരീരത്തിൽ രക്തമില്ല. അവർ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? അമൃതത്തെ പാനം ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് വെളുപ്പ് നിറം. അവർ പ്രകാശിക്കുന്നവരാണ്. അവർക്ക് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരമില്ല. അവരുടെ ആ വെളുത്ത നിറം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പുണ്യകർമ്മങ്ങളാണ്. അമൃതം പാനം ചെയ്ത മൃതമല്ലാത്ത ശരീരത്തോട് കൂടിയവരാണ്. അപ്പോ മനുഷ്യന് രക്തം ചുവപ്പ് നിറമാണ്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ കരുണയുടെ നിറമാണ്, കമ്പാഷനാണ്. അപ്പൊ ദേവി സർവം നമ്മൾ കണ്ടു അരുണമയമാണ്, അല്ലെ? അപ്പൊ കരുണയുടെ വടിവാണ് ദേവി. അപ്പൊ നമ്മുടെ ഹൃദയപത്മത്തെ നമ്മള് ശ്രീമൻ നഗരമായിട്ട് കാണണം. അപ്പോ എന്താ പറയാ, ഈ പരാശക്തി തന്നെ നമ്മള് പരമാത്മാവായി കണ്ട് പൂജിക്കണം. സാധകന് നിശ്ചയമായിട്ടും സദാശിവനിൽ ലയനം സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സദാശിവനാണ് നമുക്ക് അനുഗ്രഹം തരുന്നത്. ഈ സദാശിവന്റെ പുറത്തിരിക്കുന്ന ദേവി, അല്ലെ? ആ ദേവിയെ നമ്മള് പരമാത്മാവായിട്ട് ബ്രഹ്മസ്വരൂപിണിയായിട്ട് കാണണം. അപ്പൊ ദേവിയുടെ പീഠത്തെയാണ് നമ്മൾ മഹാപീഠം, ദേവി പീഠം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ദേവി ഇരിക്കുന്നത് സുമേരു മധ്യശൃംഗം, സുധാസാഗര മധ്യം.
അപ്പൊ മാനസ പൂജ എന്ന് പറയുന്നത് ഹൃദയപത്മത്തിൽ ചെയ്യുന്ന ഒരു ഹൃദയപത്മത്തിൽ ചെയ്യുന്നവന് ശരിക്കും പറഞ്ഞാല് ഈ സദാശിവ തത്വം ദേവി മനസ്സിലാക്കി കൊടുക്കും. ശരിക്കും പറഞ്ഞാല് ആ ഒരു ദേവിയുടെ മഹാകാളി സ്വരൂപത്തിന് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. കാരണം 3 ഗുണങ്ങളെ ജയിച്ചവളാണ് ദേവി. അപ്പോ ദേവിയുടെ ആ കാളി സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? ദേവി പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ സ്പന്ദനമാണ് കാളി സ്വരൂപം. പക്ഷെ ത്രിപുര സുന്ദരിയാകട്ടെ കരുണാമയിയാണ്. കാരണം കരുണക്കടലായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ആളായിരിക്കുന്ന ശിവന്റെ ഭാവമാണ് സദാശിവൻ. ആ ശിവന്റെ പുറത്തിരിക്കുന്നതാണ് ദേവി. അപ്പൊ ദേവി എന്താ? 3 ഗുണങ്ങൾ. നമ്മളെല്ലാവരും ത്രിഗുണാത്മികയായ ദേവി എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. കാരണം നമ്മളെ സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അപ്പോ ഈശ്വരൻ എന്ന് പറയുന്നത് ആദി അന്ത്യം ഒന്നുമില്ലാത്തവനാണ്. അപ്പൊ ജീവനും ആ സ്ഥിതി അടയാൻ പറ്റും. ആ തുടക്കമോ ഒടുക്കവും ഇല്ലാത്ത ആ ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മള്. ആരും ഇന്ന് വരെ ഭഗവാന്റെ തുടക്കം കണ്ടിട്ടില്ല, ഒടുക്കവും കണ്ടിട്ടില്ല, അല്ലെ? കൈതപ്പൂ ശിവഭഗവാന്റെ ആ ഒരു അഗ്നിലിംഗത്തിന്റെ മുകളിലോട്ടും താഴോട്ടും പോയി എന്ന് പറയും. ബ്രഹ്മാവും വിഷ്ണുവും പോയിട്ട് എന്ത് പറ്റി? ആർക്കും അതിന്റെ ആദി അന്ത്യങ്ങൾ കാണാൻ പറ്റിയില്ല. അപ്പോ എന്താ പറയാ, മനുഷ്യന് ജീവന് ആ സ്ഥിതി അടയാൻ പറ്റും. എന്താ? ജനനം മരണം ജീവിതം ഒന്നുമില്ല. കാരണം ഇതൊക്കെ കാലപ്രവാഹത്തിലുള്ള ഒരു ചെറിയ കുമിളകൾ മാത്രമാണ്. നമുക്ക് തോന്നും, ശരിക്കൊരു പ്രതീതിയാണ്. നമുക്ക് കടല് ശാന്തമായിട്ടിരിക്കുമ്പോ കടല് ജലമായിട്ട് തോന്നും. പക്ഷെ കടല് എന്താ പറയാ, അത് അക്രമാസക്തമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഉയർന്ന തിരമാലകള് അതിൽ നുരയും പതയും തോന്നും. പക്ഷെ കടൽ എന്താണ്? വെറും ജലം മാത്രമാണ്, അല്ലെ? അതുപോലെയാണ് നമ്മുടെ ഓരോ ജീവനും. ജനനം മരണം ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു സംസാര സാഗരത്തിൽ മാത്രമാണ്. ഇതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ യാതൊന്നുമില്ല. ഈ അറിവ് ലഭിക്കുന്നത് വരെ ഈ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ശരീരം ദേഹിയുടേതാണ്, നമ്മുടേതല്ല. ഭഗവതി ഇവിടെ ഇരിക്കണു എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ശരീരം ക്ഷേത്രമായിട്ട് തീരുന്നത്. അപ്പൊ ദേവി തന്റെ ആ ഒരു ഡിവൈൻ ഫോം, അതായത് സാധകർക്ക്, തന്നെ ആശ്രയിക്കുന്നവർക്ക് ആ ഒരു അനുഗ്രഹം കൊടുത്തുകൊണ്ട് സദാ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭണ്ഡൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടു, മന്മഥന്റെ പൊടി, അതായത് ശിവന്റെ കാമാരിയായിരിക്കുന്ന ശിവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് വന്ന അഗ്നി മന്മഥനെ, കാമങ്ങളെ എരിച്ചു കളഞ്ഞു. അപ്പൊ ആ ഒരു ധൂളിയിൽ നിന്ന് ഉണ്ടായ വ്യക്തിയാണ് ഭണ്ഡൻ. ശിവഗണങ്ങളിലെ ചിത്രസേനനാണ് അതിനെ കുഴച്ചൊരു രൂപം ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഗണപതി എന്ന് പറയാം, വിചിത്രസേനൻ എന്ന് പറയുന്നുണ്ട്, പല പേരുകളിൽ പറയാം, ആരും ആയിക്കോട്ടെ. പക്ഷെ ഈ പൊടിയിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തെ, വിചിത്രമായിരിക്കുന്ന ഒരു രൂപത്തെ ഉണ്ടാക്കി എന്ന് പറയണു. അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞാൽ എന്താ, ആ ഒരു എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് കണ്ടാലും അതിന്റെ ബാക്കി പത്രം അവിടെ നിലനിൽക്കും, അല്ലെ? ഇപ്പൊ ശിവൻ കാമനെ എരിച്ചു, അതിന്റെ ഭസ്മം അവിടെ കിടന്നു, അതെന്താ കാറ്റിൽ പറന്നു പോവാത്തത്? പക്ഷെ അതിന് വീണ്ടും ഒരു നിയോഗമുണ്ട്, ദേവിയെ കൊണ്ടുവരിക എന്നുള്ളത്. ആ ഭസ്മം അവിടെ കിടക്കുകയും ഈ വിചിത്രസേനൻ ഒരു വിശേഷപ്പെട്ട രൂപം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോ അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? ഭണ്ഡൻ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഭണ്ഡൻ എന്ന് പറയുന്ന ആള് വീണ്ടും ജീവൻ പുനരുജ്ജീവിച്ച് വരികയാണ്, കാമദേവന്റെ 2-ാം ജന്മം പോലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? നമുക്കറിയാം, ജീവൻ കൊടുക്കുന്നത് ശിവനാണ്. ശിവനോടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹം ശതരുദ്രിയം ജപിച്ച് ശിവന്റെ അനുഗ്രഹം നേടി. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സ്ത്രീയുടെ കയ്യാൽ മാത്രമേ മരണം വരൂ എന്നുള്ള വരവും വാങ്ങി. ഇത് ഭണ്ഡനെ അഹങ്കാരിയായിട്ട് മാറ്റി. വരം കിട്ടുന്ന എല്ലാവരും അഹങ്കാരിയായിട്ട് മാറി. നമുക്ക് ഈ ശരീരം കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് അഹങ്കാരം തുടങ്ങുന്നത്, അല്ലെ? കൊച്ചുകുട്ടിക്കില്ല, വളർന്നു വരുമ്പം എന്തിലേക്കോ നമ്മൾ ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട വസ്തുക്കളോട് അഭിമാനം തോന്നുകയാണ് നമുക്ക്. അപ്പൊ അദ്ദേഹം എന്താണ് വരം നേടിയത്? ഒരു സ്ത്രീ, വെറും അബലയായിരിക്കുന്ന ഒരു നാരിയുടെ കയ്യിൽ നിന്ന് മാത്രമേ തനിക്ക് ഇത്രയും ശക്തിയുള്ള എനിക്ക്, അവിടെയാണ് അഹങ്കാരം, ആണവമലം അപ്പൊ തന്നെ ഭണ്ഡനുണ്ടായി. ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മാത്രം. അപ്പൊ സ്ത്രീയെ വളരെ നിസ്സാരമാക്കി, യാതൊന്നിനും കഴിവില്ലാത്തവളാക്കി കണ്ട ഭണ്ഡാസുരൻ എന്ത് ചെയ്തു? ഒരു നിസ്സാരയായ സ്ത്രീയിൽ നിന്ന് മാത്രമേ എനിക്ക് അതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് ഞാൻ വധിക്കപ്പെടില്ല എന്നുള്ള അഹങ്കാരം. അപ്പോ ആ വരം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ഭണ്ഡൻ അഹങ്കാരിയായിട്ട് തീർന്നു. 60,000 വർഷമാണ് അദ്ദേഹം ഭരിച്ചത്. നല്ല ആളുകളെ ആക്രമിക്കാനും
ഭൂലോകം, സ്വർഗം, പാതാളം എല്ലാം കീഴടക്കാനും എല്ലാം തന്നെ ആ ഭണ്ഡൻ സമയം കണ്ടെത്തി. അല്ലാതെ അദ്ദേഹം ശതരുദ്രിയം ജപിച്ചു, എന്താ പറയാ, ശിവനെ പ്രീതിപ്പെടുത്തി, വരം കിട്ടിയപ്പോ അദ്ദേഹം എന്ത് വിചാരിച്ചു? തനിക്ക് എല്ലാ കാലവും ഈ ശരീരത്തെ നിലനിർത്താം എന്നൊരു ബോധം ഉള്ളിൽ വന്നു. അപ്പൊ ഭണ്ഡന്റെ രാജധാനിയുടെ പേര് ശോണിതപുരം എന്നറിയപ്പെട്ടു. ഭണ്ഡൻ എന്നാൽ ചില വാക്ക് ചില വ്യാഖ്യാനങ്ങളിൽ നല്ലത് എന്നർത്ഥം പറയുന്നുണ്ട്. ഇത് ബ്രഹ്മദേവൻ പറഞ്ഞു എന്നാ പറയുന്നത്. എന്താ നല്ലത്? നല്ലത് ഭണ്ഡ. ഇത് ശരീരത്തിൽ നല്ലതായിട്ടുള്ളത് ഒന്ന് എപ്പോഴും ഉണ്ടായിരിക്കും, മോശപ്പെട്ടതും ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ അങ്ങനെ നോക്കി കാണണം. കാരണം എല്ലാവരുടെ ശരീരത്തിലും നല്ലതുണ്ട്. എന്താണ് നല്ലത്? ഈശ്വരീയ ഭാവം, ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടാതെ, അല്ലെ, കാറിൽ ഓടിക്കാൻ കയറുന്ന ഡ്രൈവറെ പോലെ യാതൊരു സ്പർശവുമില്ലാത്ത ഒരു നല്ല വസ്തു നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ ഈശ്വര ശക്തി എന്ന് പറയാം. മോശമായിട്ടുള്ളത് കൊണ്ട് അതിനെ നമുക്ക് ആസുരിക ശക്തികൾ എന്ന് പറയാം. ആ മോശമായിട്ടുള്ള ശക്തികൾ ഉണ്ടാക്കുന്നത് എന്താണ്? നമ്മുടെ ഉണ്ടാക്കുന്ന വസ്തുവിന്റെ പേരാണ് മനസ്സ്. അപ്പൊ നമുക്കറിയാം, അന്നാത് മനഃ, നമ്മുടെ ജീവൻ തന്നെയാണ് ഭണ്ഡൻ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ നമ്മൾ കാണുമ്പോ എല്ലാവരും വന്ന് പറയും നല്ല കുഞ്ഞല്ലേ, നല്ല നിഷ്കളങ്കമായ കുഞ്ഞിനെ കണ്ട് ദേഷ്യം വരുന്ന ആരുമില്ല. കാരണം നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ കുറച്ചു പേര് മരിക്കുമ്പോൾ നമ്മൾ എന്താ അവരെ പറയുന്നത്? അവര് ചീത്ത എന്ന് പറയണു. എന്താ കാര്യം? നമ്മുടെ മനസ്സ് തന്നെ കാമദേവനും ഭണ്ഡനും, അല്ലെ? രണ്ടും രണ്ട് രീതിന്ന് മാത്രം. ഒരു ശരീരം നശിക്കുമ്പോ ജീവൻ യാത്ര തുടങ്ങുകയാണ്. എവിടേക്ക്? അടുത്ത ശരീരത്തിലേക്ക്. പരമേശ്വര തത്വത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കാത്തവരെല്ലാം തന്നെ വീണ്ടും എവിടേക്ക് വരും? മനുഷ്യ ശരീരത്തിലേക്ക് വന്നു ചേരും. അപ്പൊ ജീവൻ, പുരുഷൻ, ശിവൻ. അപ്പോ ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ശിവൻ തന്നെയാണ് ജീവൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ എന്ന് പറയുന്നത്. നമുക്ക് ജീവൻ തന്ന നമ്മുടെ ജഗത് പിതാവ് ശിവചൈതന്യമാണ് നമ്മുടെ എല്ലാവരുടെയും. അവിടെ പുരുഷനോ സ്ത്രീയോ അല്ല, ഒരു പുരുഷനേ ഉള്ളൂ. നമുക്ക് ജീവൻ തരുന്ന നമ്മുടെ അച്ഛൻ. അതാരാണ്? സാക്ഷാൽ പരമശിവൻ. അപ്പോ അച്ഛന് ആണ് ജീവൻ തരുന്നത്. നമ്മളെല്ലാം ജനിക്കുമ്പോൾ നല്ല ജീവനുകളാണ്. നമ്മൾ ആരും മോശക്കാരല്ല. കാരണം ആരാ ജനിക്കുന്നത്? ശിവനാണ് ജീവനായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആരും മോശക്കാരല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ മോശമാകുന്നു? നമ്മുടെ പ്രാരാബ്ധങ്ങള്, നമ്മുടെ അസോസിയേഷൻ, നമ്മൾ എന്തുമായിട്ടാണോ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത്, ഇടപെടുന്നത്, നമ്മുടെ സർക്കംസ്റ്റൻസസ്, നമ്മുടെ കർമ്മങ്ങള് എല്ലാമാണ് ഒരാളെ നല്ലതും ചീത്തയുമാക്കി തീർക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, അല്ലെ? നമ്മൾ ജനിക്കുന്ന പരിതസ്ഥിതി. അതുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നത് ശ്രീമതാം ഗേഹേ, ഈശ്വരനെ ഭജിക്കുന്നവര് ശ്രീയുള്ള വീട്ടിൽ ജനിക്കും. എന്താ ശ്രീ? ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറയുന്നത് പണമല്ല. നല്ല അച്ഛനമ്മമാര് നമുക്ക് ഈ പറയുന്ന ഈശ്വര ആരാധന തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ബേസ് ഒക്കെ അവിടെ കാണും. അതാണ് ശ്രീമതാം ഗേഹേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രാരാബ്ധങ്ങൾ എന്ന് പറയുന്നത് ശരീരം എടുക്കാൻ കാര്യമായിട്ട് കാരണമായിരിക്കുന്ന കർമ്മങ്ങള്, നമ്മൾ എന്തിനോടൊക്കെയാണോ ഇടപെടുന്നത്, നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ കർമ്മങ്ങള്, ഈ കാര്യങ്ങളാണ് ഒരാളെ നല്ലതും ചീത്തയുമായിട്ട് തീർക്കുന്നത്. ഇത് നമ്മളെ പോലെ തന്നെ ഒരു ജീവന്റെ കഥയാണ് ഭണ്ഡാസുരൻ്റെത്. ഇതൊന്നും ഭണ്ഡാസുരൻ വേറെ എന്തോ ഒരു ചീത്ത അസുരൻ, നമ്മളെല്ലാം വലിയ ആളുകള് ദേവിയെ ഉപാസിക്കുന്നത്, നമ്മളെല്ലാവരും ഭണ്ഡാസുരന്മാരാണ്. കാരണം നമ്മൾ എപ്പോഴാണോ ആഗ്രഹം ഉണ്ടായത്, നമ്മളെ കാമാരിയായിരിക്കുന്ന കാമൻ, മന്മഥൻ ആ ഒരു ഇല്ലാതായി ശിവനെ തന്റെ ഒരു പ്രാപഞ്ചിക തലത്തിലേക്ക് കൊണ്ടുവരാൻ, പാർവതി ദേവിയില് ആഗ്രഹം ജനിപ്പിക്കാൻ ആണ് ശരിക്കും പറഞ്ഞാല് ഈ മന്മഥൻ അവിടെ പോകുന്നത്. പക്ഷെ ശിവന്റെ ആ ഒരു അഗ്നിയില് ആ ഒരു അകക്കണ്ണ് തുറന്നപ്പോ എന്തായി? ആ ആഗ്രഹങ്ങളെല്ലാം ചാമ്പലായിട്ട് തീർന്നു. നമ്മളും ആഗ്രഹങ്ങളുടെ ഫലമാണ്. നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെന്ന ആഗ്രഹങ്ങളാണ് ഇന്ന് നമ്മൾ ഭൂമിയിൽ വരാൻ കാരണം. എപ്പോഴാണോ ആഗ്രഹ പൂർത്തീകരണം വരുന്നത്, ഇനി എനിക്ക് ഒന്നും വേണ്ട എന്ന് ഉള്ളിൽ നിന്നൊരു തൃപ്തി വരുന്നത്, അവന് വീണ്ടും ശരീരം എടുക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ഭണ്ഡാസുരനാണ്, അല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഭണ്ഡാസുരനെ കണ്ടാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഈ ദേവിയെ ആവിർഭവിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ ദേവി വരില്ല. ഞാൻ ഭണ്ഡനാണ്, എനിക്ക് ആണവ മായിക കാർമിക മലങ്ങളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇത് നമ്മളെ പോലെ ഒരു ജീവനാണ് ഭണ്ഡാസുരൻ. ആ കഥയിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവി തത്വത്തിലേക്കാണ് യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഭണ്ഡൻ എന്താ സംഭവിച്ചത്? ആ കാമദേവൻ, ഏറ്റവും നല്ല ഉപാസകനാണ് കാമദേവൻ, അല്ലെ? ദേവിയുടെ ഏറ്റവും ഉയർന്ന ശ്രീവിദ്യ ഉപാസകനും ശ്രീവിദ്യ മന്ത്രദ്രഷ്ടാവുമാണ് കാമദേവൻ.
കാമദേവനാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ദേവി ചിന്താമണി ഗൃഹത്തിലേക്കുള്ള യാത്രയിൽ 25ാമത്തെ ആ ഒരു താഴ്വരയിൽ ജീവിക്കുന്ന ആളാ കാമദേവൻ. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ മഹാപത്മാടവിയിൽ കയറാൻ പറ്റില്ല. അപ്പൊ അത്ര ഉയർന്ന 25ാമത്തെ ഫോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ സഹസ്രാര പത്മത്തിൽ എത്തി. അവിടെ ഇരിക്കുന്ന ആളാണ് കാമദേവൻ. അപ്പൊ ഈ കാമദേവൻ മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാമദേവൻ ഉയർന്ന ആളാണ്. അപ്പൊ കാമദേവനെ എരിപ്പിച്ചു. അതിൽ നിന്നുണ്ടായ ആളാണ് ഭണ്ഡാസുരൻ. എന്താ അതിന് കാരണം? ഈ ഭണ്ഡാസുരൻ ആവാൻ കാരണം തന്റെ സ്വസ്വരൂപം മറന്ന ഭണ്ഡൻ അഹങ്കാരം കൊണ്ട് ബാക്കി ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. കാരണം തന്റെ ശരീരത്തെ നിലനിർത്താനും ആ ഒരു ശോണിതപുരമാകുന്ന ശരീരത്തിൽ വന്ന ഭണ്ഡൻ ബാക്കിയുള്ളവരെ എന്റേതാണ്, എനിക്ക് കൂടുതൽ വേണം, എല്ലാരോടും ദേഷ്യം, വൈരാഗ്യം, എന്താ പറയാ, സ്ഥാനത്തിലേക്കുള്ള ആർത്തി, എല്ലാരെയും തന്റെ താഴെയാക്കണം, ഞാൻ എന്തോ വലിയ ആളാണെന്ന് ഭണ്ഡൻ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ ചിന്ത വരുമ്പോഴാണല്ലോ നമ്മള് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അമ്മയ്ക്ക് മാത്രമേ മക്കളോട് കരുണയുള്ളൂ, ഇല്ലേ? ഈ അമ്മ വന്നാൽ മാത്രമേ മകനെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭണ്ഡനെ നല്ലതാക്കണം. അപ്പൊ എന്ത് വേണം? ഭണ്ഡനെ ഇല്ലാതാക്കുക എന്നുള്ള അല്ല, ഭണ്ഡനെ നല്ലതാക്കണം. അതിന് ദേവി തന്നെ വരണം. അപ്പൊ വരങ്ങൾ കൊണ്ടാണ് ഭണ്ഡൻ അഹങ്കാരിയായിട്ട് തീർന്നത്. അത് എല്ലാം മാറ്റണം, എന്നാലേ നമ്മുടെ അഹങ്കാരം കുറയുള്ളൂ. അവിടെയാണ് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത്. ഞാന് എന്റേത്, ഇല്ലെങ്കിൽ താൻ തൻ്റേത് എന്നുള്ള വിചാരിച്ച ശക്തികളെല്ലാം തന്നെ ഭണ്ഡനെ വിട്ടുപോയി. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ശക്തികളായിട്ട് കരുതുന്നത്? ഈ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ പറയില്ലേ, എന്റെ എല്ലാമാണ് എന്റെ മക്കള്, എന്റെ എല്ലാമാണ് എന്റെ ഭർത്താവ്, എന്റെ ധനം, എല്ലാം നമ്മൾ എന്താ ശരീരത്തോട് ചേർത്ത് വെക്കണം, ഇല്ലേ? മക്കള്, സഹോദരൻ, ബന്ധുക്കള്, മിത്രങ്ങള് എല്ലാം അവസാനം ഭണ്ഡാസുരനിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ദേവി എടുത്ത് കളയുകയാണ് തന്റെ ശക്തി സമൂഹത്തെ കൊണ്ട്. അപ്പൊ ആദ്യം എന്തായി? ആണവമലം ഇല്ലാതായി, ഇല്ലേ? അപ്പോഴാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് അഹങ്കാരം വിട്ടുപോകുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നമ്മൾ മുക്തനായി എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങളാണ് നമ്മുടെ ബന്ധനങ്ങളായിട്ട് തീരുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എപ്പം നമ്മളിൽ നിന്ന് ഈ ഒരു അഹങ്കാരം വിട്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഈ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതിനെ തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ മുക്തി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യമാണ്. ഇല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടേണ്ട, ഈ ലോകത്ത് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വച്ചിരിക്കുന്നതാണ്. നമ്മുടെ ജന്മാവകാശമാണ് മുക്തി, അല്ലെ? പക്ഷെ നമുക്ക് തിരിച്ചറിയില്ല. അത് നമ്മൾ നേടിയെടുക്കണം. അതുകൊണ്ടാണ് ദേവിക്ക് മുകുന്ദ, മുക്തി നിലയ, മൂലവിഗ്രഹ രൂപിണി. അപ്പൊ ദേവിക്ക് ഇങ്ങനെ ഒരു പേര് വരുമ്പോ എന്താ? മുക്തി നിലയ. ദേവിയുടെ സ്ഥലം എന്താ? മുക്തി പ്രാപിക്കുന്ന നിലയത്തിൽ ഇരിക്കുന്നവൾ. അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? ആ മൂലവിഗ്രഹ രൂപിണി അമ്മയെ അറിയണം. നാം തന്നെ അതിന് പ്രയത്നം ചെയ്ത് നമ്മളത് നേടിയെടുക്കണം. വേദങ്ങള്, ഉപനിഷത്തുകള്, പുരാണങ്ങള്, മന്ത്രങ്ങള്, സത്സംഗങ്ങള് ഇവയെല്ലാം പ്രയോജനപ്പെടുത്തി എന്ത് വേണം? ജീവനെ ഉയർത്തിക്കൊള്ളണം. ഒരു ജീവന്റെ ആണവമലം എന്നാൽ തന്റെ സ്വസ്വരൂപം അറിയാതെയുള്ള മറ്റുള്ള ശക്തികളിൽ മനസ്സ് വെച്ച് അഹങ്കാരിയായിരിക്കുന്ന ജീവൻ. ഈ ശക്തികളെല്ലാം തന്നെ വിട്ടുപോകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് അറിയുള്ളൂ. എല്ലാരും വിട്ടുപോകുമ്പോൾ നമ്മൾ ഈശ്വര എന്ന് വിളിക്കും, അല്ലേ? ഈശ്വര, ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ വിട്ടുപോയി. എന്താണിങ്ങനെ? അപ്പോഴും നമ്മുടെ മനസ്സുള്ളിലേക്ക് തിരിയുന്നില്ല. നമ്മുടെ കൂടെ ഉള്ള ആളിനെ തിരിച്ചറിയുന്നില്ല. ഈ ഭഗവതിയെ നമ്മൾ അറിയണില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ആരെന്ന് അറിയണമെങ്കിൽ നമ്മളെ എന്തിലൊക്കെയാണോ മനസ്സ് കൊണ്ടുവച്ചിരിക്കുന്ന ബന്ധങ്ങള് നമ്മളെ വിട്ടുപോകണം. അപ്പൊ ദേവി നമുക്ക് ദുഃഖങ്ങൾ തരുന്നത് എന്തിനാണ്? നമ്മുടെ മനസ്സ് ഉള്ളിലോട്ട് തിരിക്കാനാണ്. ദുഃഖങ്ങളെല്ലാം തന്നെ എന്താ പറയാ, പായസത്തിലെ കല്ല് പോലെയാണ്. പായസം കുടിച്ചോണ്ടിരിക്കുമ്പോ കല്ല് കടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് എറിഞ്ഞിട്ട് വീണ്ടും പായസം കുടിക്കും, അല്ലേ? നമ്മളെന്താ ദുഃഖങ്ങളെല്ലാം പെട്ടെന്ന് അതിനെ എങ്ങനെയെങ്കിലും അതിജീവിക്കാനായിട്ട് കുറെ പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തി ആ ദുഃഖത്തെ കടന്നുപോയിട്ട് വീണ്ടും സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമുക്കെപ്പോഴും സുഖപ്രാപ്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സുഖം, പ്രാപഞ്ചിക സുഖമാണ്. അങ്ങനെ അല്ല, നമ്മുടെ സുഖം ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ആരാണെന്ന് അറിയുമ്പോൾ കിട്ടുന്ന സുഖം. അപ്പൊ അതിനായിട്ട് എന്താ വേണ്ടത്? ഈശ്വര കൃപ അത്യാവശ്യമാണ്. നമ്മളിലെ മാറ്റം വരാതെ വെറുതെ പഞ്ചദശി ജപിച്ചത് കൊണ്ടോ ബാല ജപിച്ചത് കൊണ്ടോ ഒരു ഫലവുമില്ല. എനിക്ക് ബാല കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മവും ഇതുപോലെ വന്ന ബാലയും പഞ്ചദശിയും ജപിച്ചുകൊണ്ടിരിക്കാം. ഈശ്വരനെ അറിയണ്ടേ? ആ ദേവിയെ അനുഭവിക്കണ്ടേ? എന്ത് വേണം? ഈ ഭണ്ഡനെ ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ ഈ ദേവിയെ നമ്മുടെ ചിതഗ്നി കുണ്ടത്തില് ആവിർഭൂതയാക്കണം. അപ്പൊ ദേവ ഋഷികളുടെ സംഘം ദേവിയെ സ്തുതിക്കുന്നു എന്നാണ്. അപ്പൊ ദേവൻ എന്ന് പറഞ്ഞാൽ ആരാണ്?
നല്ല മനസ്സുള്ളവൻ, നല്ല മനസ്സ്, നല്ല ജീവിച്ച് മോക്ഷപദത്തിൽ പോയ ആളാണ്. ദിവം പ്രകാശിക്കുന്നവരാണ്, അവര് അമൃതത്വമാണ്, അവർക്ക് ജന്മമില്ലാത്തവരാണ് ദേവന്മാര്. അപ്പൊ ഋഷിമാര് ലോകത്തിന് നന്മ ചെയ്യുന്നവരാണ്. പക്ഷേ അവരാണ് ശാപം കൊടുക്കുന്നതും, അല്ലെ? നല്ലതും ചീത്തയും എല്ലാവരും, അതായത് ആ ഒരു എന്താ, നമ്മൾ ഈ ഋഷിമാരുടെ ശാപമൊക്കെ എന്താ, നമ്മൾ ചീത്തയായിട്ടുള്ള നമ്മുടെ പല മലത്രയങ്ങളെ ഇല്ലാതാക്കാനാണ് ഋഷിമാര് ശപിക്കുന്നത്. അപ്പോ ഈ എന്താ, ഈ ഭണ്ഡനെ കൊല്ലണം, ദേവർഷിഗണ സംഘാതം എന്താ പറയുന്നത്? ദേവിയെ ഇങ്ങനെ, ദേവിയുടെ സ്തുതികൾ പറയാണ്. എന്താ, അമ്മ വരൂ, അമ്മ വന്ന് ഈ ഭണ്ഡനെ കൊല്ലൂ, ഞങ്ങൾക്ക് ഇവിടുത്തെ ജീവിതം ദുസ്സഹമായിരിക്കണോ, ഈ ഭണ്ഡനെ കൊല്ലാൻ അമ്മ വരണം. അപ്പൊ എന്താ, എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? നല്ലതും മനസമാധാനവും. ഭണ്ഡാസുരൻ എന്ന് പറയുന്ന തന്നെ എപ്പോഴും എന്താ പീഡിപ്പിച്ചുകൊണ്ടിരിക്കണ, ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസുരനെ കൊല്ലണം, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതിനാര് വരണം? അമ്മ വരണം. നമ്മൾ ഓരോരുത്തരും പറയേണ്ട കാര്യമാണിത്. ദേവിയോട് പറയണം, ഈ ഭണ്ഡൻ എന്റെ ഉള്ളിൽ അമ്മ ആവിർഭവിച്ചു, ഞാൻ എന്റെ ശരീരത്തോട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളോട് ഞാൻ അറ്റാച്ച്ഡ് ആണ്, അമ്മ തന്നെ വന്ന് എനിക്കിത് മാറ്റി തരൂ. അമ്മ ആരെ അയക്കും? ആദ്യം ആ കൊച്ചു ആൾക്കാരെ അയക്കും, അല്ലേ? കൊച്ചല്ല, അവരൊക്കെ ശരീരത്തിൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഇരിക്കുന്ന ദേവതി, ആ ഒരു ശക്തി ഗണങ്ങളുമായിട്ടാണ് അമ്മ വരുന്നത്. അമ്മയുടെ അടുത്ത് എത്താം, അമ്മ എനിക്ക് ആ പ്രൊട്ടക്ഷൻ, അമ്മയുടെ പാദപത്മങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ എനിക്ക് ഒരുപാട് തടസ്സമുണ്ട്, എന്നെ രക്ഷിക്കൂ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യും? നമ്മുടെ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് സർവാഭരണ ഭൂഷിതയായിട്ട്, ശിവകാമേശ്വര അംഗസ്ഥയായിട്ട്, തന്റെ ശക്തി സമൂഹവുമായിട്ട് ആ ജീവനെ രക്ഷിക്കാൻ ഉറപ്പായിട്ടും വന്നു ചേരും. ഇത് ശ്രീവിദ്യ ഉപാസകർക്കുള്ള പ്രത്യേക ബ്ലെസ്സിങ് ആണ്. കാരണം അമ്മയെ ഇങ്ങനെ തന്നെ ധ്യാനിക്കണം. പഞ്ചപ്രേത മഞ്ചത്തില് തന്റെ ശക്തി സമൂഹത്തോടുകൂടി 4 ദേവതകള്, 4 തൃക്കൈയില് 4 ആയുധങ്ങൾ എന്ന് പറയുന്ന 4 ദേവതകളുമായിട്ട് നമ്മുടെ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് വരും. ഇപ്പൊ ദാ ദേവന്മാര് സ്തുതിക്കുന്നു, ഋഷിമുനിമാര് സ്തുതിക്കുന്നു, അമ്മ വരൂന്ന്, അല്ലേ? അതുപോലെ നമ്മൾ സ്തുതിക്കണം. നമ്മുടെ ജീവൻ കേഴണം. നമ്മളെ ഈ ബന്ധനത്തിൽ നിന്ന്, ശരീരമാകുന്ന ഭണ്ഡനിൽ നിന്ന്, ശരീരത്തിലുള്ള ആണവമലവും അഹങ്കാരവും ആ ഒരു ജന്മത്തിന്റെ അവസാനം വരെ ഞാനെന്നുള്ള ബോധം, ആ ഒരു അഹങ്കാരത്തെ അഹംബോധമാക്കി തീർക്കാനായിട്ട് ഈ ഭഗവതി നമ്മുടെ ചിതഗ്നി കുണ്ടത്തില് ആവിർഭൂതയായേ പറ്റുള്ളൂ. അതാണ് ശ്രീവിദ്യ ഉപാസകന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. കാരണം നമ്മൾ അമ്മയെ വരിച്ചു കഴിഞ്ഞു, അമ്മയുടെ മന്ത്രം സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെ? ആ മന്ത്രം എന്ത് വേണം? നമുക്ക് ആ തത്വത്തെ പഠിപ്പിച്ചു തരണം, നമുക്ക് അനുഭവമാക്കി തരണം. അപ്പോ എന്താ, ഈ ഭണ്ഡനെ കൊല്ലണമെന്ന് എല്ലാരും ആഗ്രഹിക്കുകയാണ്. ഈവൻ ദേവന്മാര് നല്ലവര്, ഋഷികള്, എന്താ, എല്ലാവർക്കും അനുഗ്രഹം. അവർക്ക് പോലും ഈ ഭണ്ഡനെ വധിക്കണം. കാരണം എന്താ? അവർക്കൊക്കെ സ്വൈര ജീവിതം പറ്റുന്നില്ല. എല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് ഈ ഭണ്ഡൻ ഇങ്ങനെ 14 ലോകങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? അപ്പൊ ജനിക്കുമ്പോ എല്ലാവരുടെ ശരീരത്തിലും പുണ്യം പാപം, നല്ലത് ചീത്ത എല്ലാം ഉണ്ട്. നമ്മൾ ഇതും കൊണ്ടാണ് ജനിക്കുന്നത്, ഇല്ലേ? ആ പുണ്യത്തിനെയാണോ നമ്മൾ കൂട്ടേണ്ടത്, പാപത്തെയാണോ കൂട്ടേണ്ടത്? എല്ലാ അസ്ത്രങ്ങളും ഈ ശരീരത്തിലുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ ഈ പാപത്തെ ഇല്ലാതാക്കുക? നമ്മള് ഈ എന്താ പറയാ, പ്രായമായി വരുമ്പോ, കൊച്ചിലേ മുതൽ ദൈവത്തില് മനസ്സൂന്നി പൂണൂല് ധരിച്ച് ആ ഒരു രണ്ടാമത്തെ ജന്മം, ഒരു ദ്വിജനായിത്തീരുന്ന കുഞ്ഞിന് അറിയാം ആരാണ് ഈശ്വരൻ. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ അവർക്ക് അറിയാം ആരാണ് ഈശ്വരൻ, അല്ലെ? നമ്മളെ ഗാനം ചെയ്യുമ്പോൾ ത്രാണനം ചെയ്യുന്ന ശക്തി എൻ്റെ ഉള്ളിലാണ് എന്ന ആ സവിതാവ്, ആ സൂര്യൻ, ജ്ഞാനസൂര്യൻ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കും എന്നറിയുന്ന ഒരു കൊച്ചുകുട്ടി വളർന്നു വരുമ്പോൾ അവനത് മനസ്സിലാവും. അല്ലാത്തവർക്കോ? കാരണം നമ്മുടെ ശരീരത്തിലാണ് ഈ എല്ലാ അസ്ത്രങ്ങളും ഇരിക്കുന്ന. ശസ്ത്ര എന്താ പറയാ, പ്രത്യസ്ത്രങ്ങളെ വർഷിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ അസ്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പൊ എല്ലാ അസ്ത്രങ്ങളും ഈ ശരീരത്തിലുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. അത് എങ്ങനെ ഇല്ലാതാക്കും? ധ്യാനം കൊണ്ട് അറിഞ്ഞ് ഓരോന്നിനെയും നമ്മൾ ഇല്ലാതാക്കണം. നമുക്കറിയാം, ഓരോ അസ്ത്രങ്ങളും പ്രയോഗിക്കുമ്പോൾ അതിന് ഓരോ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്ര സഹിതമായിട്ട് മാത്രമേ ഒരു പുൽക്കൊടി എടുത്ത് മന്ത്രം ജപിച്ചാൽ പോലും അതെന്തായിട്ട് ആയുധമാണ്. അപ്പൊ ഈ എവിടെയാ ഇതിന്റെ ബേസ് കിടക്കുന്നത്? നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മന്ത്രങ്ങൾ, അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളില് കിടക്കുന്ന പ്രത്യസ്ത്രങ്ങളെ വർഷിക്കാൻ നമ്മൾ പാകപ്പെടണം. അപ്പൊ ധ്യാനം കൊണ്ട് ഇത് അറിഞ്ഞോണം, ഓരോന്നിനെ ഇല്ലാതാക്കണം. പൂർവ്വജന്മ പാപങ്ങൾ പോലും ഇല്ലാതാക്കാൻ പറ്റാതിരിക്കില്ല. കാരണം ശ്രീവിദ്യ ഉപാസകന്റെ ഉള്ളില് ഈ ശ്രീദേവിയാണ് ഇരിക്കണമെങ്കിൽ അവന്റെ പൂർവ്വജന്മ പാപങ്ങളെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് തീർന്നോ ഇല്ലാതായോ നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് ദേവിക്ക് വിട്ടുകൊടുക്കൂ. അതിന്റെ ഫലം നോക്കാതെ കർമ്മം ചെയ്യൂ. ഒരു മന്ത്രം ജപിച്ചാൽ പോലും ബാല എന്നുള്ള ഒരു ഒറ്റ മന്ത്രത്തിന്റെ ബലം നമ്മൾ കണ്ടു, ഇല്ലേ? സാക്ഷാൽ അത് ലളിതാ ത്രിപുര സുന്ദരിയാണെന്ന് കണ്ടു.
അപ്പൊ ആ ഒരു ഒറ്റ മന്ത്രം പോലും ശ്രീവിദ്യയിലെ ഗുരു ഉപാസനയിലൂടെ ഗുരു തത്വം അറിഞ്ഞ് നമുക്ക് ഗുരു പരമ്പരയിലൂടെ കിട്ടിയാൽ അത് മാത്രം മതി നമ്മുടെ ജീവിതം ഭദ്രമായിട്ട് തീരാൻ. അപ്പൊ ഈ പാപങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും, എന്നാലേ ഞാൻ ആരാണെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദേവി ഭണ്ഡാസുരനെ വധിക്കാൻ തീരുമാനിച്ചു. ദേവിയുടെ കയ്യിൽ പല തരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങളുണ്ട്. എന്തൊക്കെയാ ദേവി കൊണ്ടുവന്നത്? സമ്പത്കരി എന്ന് പറയുന്ന ആന, അതായത് ആ ഒരു സന്മനസ്, സമ്പത്തുള്ളവർക്ക് എപ്പോഴും ഒരു മതം ഉണ്ടാകും അല്ലെ. നമ്മൾ ആനയ്ക്ക് മതം ഇളകി എന്ന് പറയും. എന്താ ആനയ്ക്ക് മതം? അതിന്റെ ശരീരത്തിലുള്ള ഒരു മതം. അപ്പൊ സാധാരണ ഈ പണം ഉള്ളവർക്കെല്ലാം നമ്മൾ കാണും ഒരു പ്രകടനം ഉണ്ട് അവർക്ക്. എനിക്കിതുണ്ട്. 10 പ്രാവശ്യം അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ അത് അവർക്ക് എനിക്കുള്ളതിനെയൊക്കെ പറയും അല്ലേ. എനിക്കുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് അതുണ്ട്, അവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, എന്റെ മക്കളൊക്കെ വിദേശത്താണ്, എനിക്ക് ഇത്രയും ആസ്തിയുണ്ട്. അറിയാതെ ഒരു മണിക്കൂർ സംസാരിച്ചു നോക്കൂ. അവരുടെ ഉള്ളിൽ നിന്ന് ആ മതം, കാരണം അതിലുള്ള അഹങ്കാരം, എനിക്ക് ഇത്രയും ഉണ്ട്. അപ്പോ ഈ എന്താ പറയാ, ഈ ഭണ്ഡാസുരനാണ് ഇത് നമ്മളെ കൊണ്ട് പറയിക്കുന്നത്. അപ്പൊ ഈ സമ്പത്കരി എന്ന് പറയുന്ന ആന എന്തിനാണ് ആദ്യം ദേവി കൊണ്ടുവന്നിരിക്കുന്നത്? അമ്മയുടെ ഒരു കയ്യിൽ ഇരിക്കുക. കാരണം സമ്പത്തുള്ളവന് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നതാണ് ഈ മതം അല്ലെങ്കിൽ അഹങ്കാരം. അപ്പൊ സത്യത്തെ അറിയാനുള്ള ഒരു വിവേക ശക്തി ഇല്ലായിരിക്കും. കാരണം അവന് പ്രപഞ്ചത്തിൽ ഈശ്വരൻ എല്ലാ അനുഗ്രഹം കൊടുത്തു. നമ്മൾ പറയില്ല അവനെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി എന്തിനാ അവൻ വേറെ ഈശ്വരന്റെ പിറകെ നടക്കുന്നത്? അതാണോ സത്യം? ഇവിടെ എന്തെങ്കിലും നമ്മുടേതായിട്ടുണ്ടോ? നമ്മൾ ഈശ്വരനെ മാത്രമാണ് നമ്മുടേതായിട്ടുള്ളത്. അതിനെ മറന്നുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സ്വന്തമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു നേർമയുള്ള കാഴ്ചപ്പാട്, ഐശ്വര്യം, സത്യത്തെ അറിയാനുള്ള വിവേകശക്തി. അപ്പൊ ആ വിവേകശക്തി ഇല്ലാതിരിക്കുന്ന ഒരു ജീവന് സമ്പത്കരി ദേവി, അതാണ് ആനക്കൂട്ടങ്ങളുടെ തലൈവിയാണ് സമ്പത്കരി ദേവി, ദേവിയുടെ അങ്കുശം. ഈ സമ്പത്കരി ദേവിയാണ് അമ്മയുടെ കയ്യിൽ അങ്കുശമായിട്ടിരിക്കുന്നത്. നമ്മുടെ ഗർവം അല്ലെങ്കിൽ അഹങ്കാരം എല്ലാം ഇല്ലാതാക്കുന്നത് ഈ അങ്കുശമാണ്. അടുത്തതാരാണ്? അശ്വാരൂഢ ദേവി. അശ്വം എന്ന് പറഞ്ഞാൽ എന്താ? ശക്തി. കുതിരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി. കുതിര പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുതിരയുടെ ശക്തി. അപ്പൊ ദേവി എന്താണ്? കുതിരപ്പുറത്തിരുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് ആരാ? കുതിര. അതാരാ? നമ്മൾ ഇവിടെ ഇരുന്നാൽ മതി, നമ്മുടെ മനസ്സ് ഇപ്പൊ തന്നെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ എവിടെയൊക്കെയാ പോകുന്നത്? അപ്പൊ ഏറ്റവും വേഗതയുള്ളത് ആരാണ്? നമ്മുടെ മനസ്സാണ് അല്ലെ. അപ്പോ ഈ ദേവി കുതിരപ്പുറത്തിരുന്ന മനസ്സിന്, അതായത് നമ്മുടെ മനസ്സിലിരുന്ന് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാതെ നമുക്ക് ലളിതാ ത്രിപുര സുന്ദരിയെ കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും കാരണം. അപ്പൊ ഈ അശ്വാരൂഢ ദേവി നമുക്ക് എന്താ തരുന്നത്? ആ ഒരു സ്വത്ത്, വിവേകം, അറിവ് നല്ല മാർഗത്തിൽ കൊണ്ടുവരുന്ന ദേവിയാണ് അശ്വാരൂഢ ദേവി. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ചീത്ത രീതിയിൽ കൊണ്ടുപോകാം. നമുക്ക് കിട്ടുന്ന സമ്പത്ത്, നമുക്ക് കിട്ടുന്ന ഐശ്വര്യം, നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് നല്ലതായിട്ടും വിനിയോഗിക്കാം, മോശമായിട്ടും വിനിയോഗിക്കാം അല്ലെ. അത് മനസ്സിന്റെ തലമാണ്. അപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് അശ്വാരൂഢ. നമുക്ക് പുറത്ത് 2 കൈയുണ്ട്, അകത്ത് 2 കൈ അല്ലെ. ദേവിയുടെ പുറത്താണ് 4 കൈ. നമുക്കെന്താ? നമുക്ക് പുറത്തെ 2 കൈയെ കാണാനുള്ളൂ. നമ്മുടെ 2 കൈ എന്താണ്? അകത്ത് വേണം. എന്താണ്? കൊടുക്കുക. കൊടുക്കുന്നതിനെ തടുക്കുന്ന കൈകള് എവിടെയാണുള്ളത്? അകത്താ. നമ്മൾ എന്ത് സാധനം കൊടുക്കാൻ എടുക്കുമ്പോഴും നമ്മുടെ അകത്തിരുന്ന ഒരാൾ പറയും, വേണ്ട വേണ്ട, അവൻ അത്രയും കൊടുക്കണ്ട, അവൻ എനിക്ക് അത്ര ഇഷ്ടമല്ല അല്ലെ. നല്ലത് ചെയ്യാൻ, ഏത് ദാനധർമ്മം ചെയ്യുമ്പോഴും നമ്മളെ വിലക്കുന്ന 2 കൈകള് നമ്മുടെ മനസ്സാണ്. അത് ഉള്ളില് എന്ത് സത്കർമ്മങ്ങള്, ഞാൻ ഇന്ന് സാധന തുടങ്ങും, നന്നായിട്ട് ചെയ്യുമെന്ന് പറയുമ്പോ, ഇന്ന് വേണ്ട, ഇന്ന് എനിക്ക് 2-3 സിനിമകൾ അല്ലെങ്കിൽ സീരിയൽ തീർക്കാനുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ അടുത്ത് ഫോണിൽ സംസാരിക്കാനുണ്ട്, നാളത്തേക്കാക്കാം. ഇതാരാ? ഇതാണ് നമ്മുടെ അകത്തിരിക്കുന്ന 2 കൈകള്. അകത്തിരിക്കുന്ന മനസ്സിനെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന 2 കൈകൾ. അമ്മയുടെ കൈയോ? 4 കൈയും പുറത്തായിരിക്കുന്നത് അമ്മയുടെ അല്ലെ. കൊടുക്കുന്നതിനെ തടുക്കുന്ന കൈകളാണ് ഉള്ളിലുള്ളത്. ദേവിക്ക് 4 കൈകളും പുറത്താണ്. എല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം. അമ്മയ്ക്ക് അകത്തായിട്ട് ഒന്നുമില്ല. എന്തുണ്ടോ അത് താൻ വാരി വാരി ഇഷ്ടം പോലെ കൊടുക്കുന്നതാണ് ദേവി. അപ്പൊ 4 കൈയും പുറത്തിരിക്കുന്നു. ആ മനുഷ്യന്റെ ബലമാണ് മനസ്സെന്ന് പറയുന്നത്. 1000 ശക്തികൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ദേവി എന്തിലായിരിക്കുന്നത്? ചക്രരാജം എന്ന് പറയുന്ന രഥത്തിലാണ് ഇരിക്കുന്നത്. ശ്രീചക്രം നമുക്കറിയാം. ശ്രീചക്രം എന്ന് പറയുന്നത് ദേവി ആരൂഢയായിട്ട് സദാ ശ്രീചക്രവാസിനിയാണ് അമ്മ. ശ്രീചക്രത്തിൽ മാത്രമേ അമ്മയെ കാണാറുള്ളൂ. പിന്നെ എവിടെ കാണാം? ചിന്താമണി ഗൃഹത്തിൽ അല്ലെ. അവിടെ ശ്രീചക്രം ആ ഒരു യുദ്ധത്തിന് പോകുമ്പം യുദ്ധസന്നാഹമായിട്ട് പോകുന്ന ചക്രമാണ് ശ്രീചക്രം. അമ്മ അതിൽ എന്താണ്? അതിൽ ആരൂഢയായിട്ടാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തില് ആരൂഢയായിക്കൊണ്ട്
അതിൽ നവശക്തികളുണ്ട്. ശ്രീചക്രം എന്ന് പറഞ്ഞ 9 ശക്തികള്. അതിനകത്ത് ഈ പറഞ്ഞ 43 ത്രികോണങ്ങളിലെ 43 ശക്തികള്, 3 ഗോപുരങ്ങള്, നടുക്കൊരു ഗോപുരം, അതിന് ബിന്ദു രൂപത്തില് ആ ഒരു ബിന്ദു സ്ഥാനത്ത് ദേവി ഇരിക്കുകയാണ്. അപ്പൊ നടുക്കൊരു ഗോപുരം അല്ലെ. അപ്പൊ ബിന്ദു രൂപത്തിൽ ദേവി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ദേവി എന്നും നിത്യ നൂതനമായിരിക്കുന്ന ആ ഒരു ബിന്ദു സ്ഥാനത്ത്, ബിന്ദു എന്ന് പറഞ്ഞാൽ എന്നും നവമായിരിക്കുന്ന നവയോനി ചക്രത്തിന്റെ ഉത്ഭവ സ്ഥാനം എന്നർത്ഥം. ഉദ്ഭവ സ്ഥാനത്തിന് ഒരു മാറ്റവും ഇല്ല അല്ലെ. എപ്പോഴും കാലം എത്ര പോയാലും അത് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ആണ്. കാലത്തിനും ദേശത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ബിന്ദു സ്ഥാനം. അവിടെ എന്താ? ദേവി കാമേശ്വരനോടൊപ്പം എപ്പോഴും ഇരിക്കണു. അപ്പൊ ദേവി നിത്യയാണ്. അപ്പൊ ദേവി ഈ ചക്രരാജം എന്ന് പറയുന്ന ചക്രരാജത്തിന്റെ കൂടെ 2 ചക്രങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? കിരിചക്രവും ഗേയചക്രവും. അപ്പൊ 3 രഥങ്ങള്. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് രഥമാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാന്, പാപങ്ങൾ ചെയ്യാനും പുണ്യം ചെയ്യാനും മാത്രമാണ് നമ്മുടെ ശരീരം ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള രഥങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് ചക്രരാജം, 2 കിരിചക്രം, പിന്നൊന്ന് ഗേയചക്രം. 3 ചക്രങ്ങളോട് കൂടിയവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഈ 3 തരത്തിലുള്ള രഥങ്ങള് നമുക്ക് ചക്രരാജ്യത്തെ പറയണമെങ്കിൽ എന്താ? മനുഷ്യനായിട്ട് ഉണ്ടായി കഴിഞ്ഞാല് മനുഷ്യൻ ധർമ്മം ചെയ്യണം. നമ്മുടെ ജന്മ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മള് ഈ ഒരു എന്താ പറയാ, നമ്മുടെ ദുഃഖങ്ങള് പരാതി ഒന്നും പറയാതെ ആ ഒരു ധർമ്മത്തിൽ തന്നെ നിലനിൽക്കണം. അത് ചെയ്ത് ജീവിക്കണം. വിവേക ബുദ്ധി വേണം. ആ ദേവനായിട്ട് തീരണം. മനുഷ്യനിൽ നിന്ന് നമ്മള് ദേവ പദവിയിലേക്ക് ഉയരണം. ഇതാണ് നമുക്ക് ചക്രരാജ്യം തരുന്നത്. അതിനകത്ത് ആരാ ഇരിക്കുന്നത്? ധർമ്മത്തിന്റെ ആ ഒരു ധർമ്മത്തിന്റെ പൂർണ്ണ രൂപമായിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി ഇരിക്കുന്ന ആ രഥം നമ്മുടെ ഉള്ളിലാണ്. അതാണ് ചക്രരാജം. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കണം. അതാണ് അറിവ് കൊണ്ട് നമ്മൾ നേടേണ്ടത്. രഥം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഉപാധി എന്നാണ് അർത്ഥം. ശരീരം ശ്രീചക്രം എന്ന് പറയുമ്പോൾ ശരീരമാകുന്ന ഉപാധി. അപ്പം ഹൃദയസ്ഥാനം എന്താണ്? ബിന്ദുവാണ്. ഇപ്പൊ മന്ത്രിണി എന്ന് പറയുന്ന ആ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ ആ ഒരു ദേവത, എല്ലാത്തിന്റെയും ആ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്ന ദേവിയാണ് മന്ത്രിണി. ചിന്താമണി ഗ്രഹത്തിന്റെ ആ ഒരു അഷ്ടമുദ്രയായിരിക്കുന്ന മോതിരം ലളിതാ പരമേശ്വരി ദേവിക്ക് കൊടുത്തു. ദേവിയെ പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പോ ഈ ദേവി ഇരിക്കുന്നത് ഗേയചക്രമാണ്. ഗേയചക്രം എന്ന് പറഞ്ഞാല് സാത്വിക വിഷയങ്ങൾ മാത്രം. ശ്യാമളാദേവി മന്ത്രങ്ങളുടെ അധിദേവതയാണ് ഈ ഗേയചക്രത്തിലിരിക്കുന്ന ദേവി. പിന്നെ 3ാമത്തെ ചക്രം ഏതാണ്? കിരിചക്രം. അതിനകത്തിരിക്കുന്നതോ അത്യുഗ്ര സ്വഭാവമുള്ള ദണ്ഡനാഥാദേവി, അതായത് വാരാഹി ദേവി. ഭയങ്കരമായിരിക്കുന്ന മന്ത്രസിദ്ധി, ഭയങ്കരമായിരിക്കുന്ന ശക്തി അല്ലെ. ദണ്ഡന കൊടുക്കുന്നവളാണ്, അസുരശക്തിയെ ഇല്ലാതാക്കുന്നവളാണ്. അപ്പൊ പരാശക്തിയായിരിക്കുന്ന ദേവിക്ക് ചുറ്റും 9 പ്രധാന ദേവതകള്. ആ മടിയില്, ദേവിയുടെ മടിയിലാവട്ടെ ബാലാ ത്രിപുര സുന്ദരി. അപ്പൊ നമുക്കറിയാം ആ ഒരു ചതുർദശിയുടെ ദേവത ആരാണ്? ജ്വാലാമാലിനിയാണ്. 5 ശക്തികൾ ചേർന്നതാണ് അഗ്നിശക്തി എന്ന് പറയുന്നത്. നമ്മുടെ കോപം അഗ്നി പോലെയാണെന്ന് പറയാറുണ്ട്. നാക്ക്, കണ്ണ്, നാവ് തുടങ്ങിയവയിൽ നിന്ന് അഗ്നി വർഷിക്കുന്നവൾ, അതാണ് ജ്വാലാമാലിനി. നമ്മുടെ 5 കോശങ്ങളിൽ നിന്ന് അഞ്ച് ശക്തികൾ ഇരിക്കുകയാണ്. അപ്പൊ തപസ് എന്ന് പറയുന്നത് അഗ്നിയാണ് അല്ലെ. അപ്പൊ ശരീരത്തിലുള്ള പ്രാരാബ്ദങ്ങളെല്ലാം തന്നെ എന്താണ് ഇല്ലാതാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തപസ്. നവഗ്രഹങ്ങളുടെ പ്രാരാബ്ധം, നവഗ്രഹങ്ങളുടെ 9 ശക്തികള്, നവാവരണ ശക്തികള്, ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ശക്തികൾ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഭണ്ഡൻ എന്ന് പറയുന്നത് ആരാണ്? ജീവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവാത്മാവിനെയാണ്. പക്ഷെ നമ്മുടെ ആ ഇഗ്നറൻസ് കൊണ്ട്, നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്താ പറയാ, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് തന്നെയാണ് അത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഈ ഭണ്ഡാസുരൻ. അപ്പൊ നമ്മുടെ ഒരു ആള് മരിച്ചു കഴിഞ്ഞ് അവന്റെ ആ ഒരു ദഹനക്രിയയൊക്കെ കഴിയുമ്പോൾ എന്താ നമുക്ക് പ്രകൃതി തരുന്നത്? പ്രകൃതി ഈ ആത്മാവിനെ വീണ്ടും വേറൊരു ശരീരം കൊടുക്കും ഇല്ലേ. നമ്മളിപ്പോ ഭണ്ഡനെ കണ്ടു. കാമദേവൻ എരിഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ചാരത്തിൽ നിന്ന് വേറൊരാൾ ഉടലെടുത്തു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരം എരിഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്തുനിന്ന് പുറത്തു പോകുന്ന ആത്മാവിന് ഈ പ്രകൃതി നമ്മുടെ ആഗ്രഹങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് വേറൊരു ശരീരം കൊടുക്കും. അപ്പൊ എന്താണ്? അപ്പൊ ഈ ദഹിച്ചു പോയ ശരീരം എന്താണ്? ഈ പ്രകൃതിയിൽ തന്നെ ഈ ആഗീരണം ചെയ്യപ്പെടും. അപ്പൊ ഈ എന്താ പറയാ, നമ്മൾ ഈ സോള്, ഈ ആത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കാൻ കാരണം ആരാണ്?
ഈ പരമാത്മ ചൈതന്യം, ഈ ദേവി ചൈതന്യം തന്നെയാണ്. അതാണ് ആ ഒരു ബ്രഹ്മവിദ്യ, പരബ്രഹ്മ സ്വരൂപിണി, ഈ പരമാത്മാവായിട്ടിരിക്കുന്ന ദേവി തന്നെയാണ് നമുക്ക് അടുത്ത ശരീരം തരാനും കാരണമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ജീവനും പുരുഷനും, ശരിക്കും പറഞ്ഞാൽ ഇതിനെയാണ് നമ്മളെ പരംപുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജീവനും പുരുഷനും ആ ഒരു നമ്മുടെ ആ ഒരു ഈ ശരീരത്തിന്റെ അന്ത്യത്തിന് ശേഷം ആ ഒരു ഹ്യൂമൻ ബോഡി ഇല്ലാതായതിനു ശേഷം അതിന്റെ അടുത്ത യാത്ര അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരുപാട് കാര്യങ്ങള് ദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ നല്ല ഒരു യാത്ര, നല്ലൊരു അടുത്ത ശരീരം കിട്ടുള്ളൂ. അപ്പൊ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ആഗ്രഹങ്ങളൊന്നും ഇല്ലാന്ന് വെക്കൂ, നമുക്ക് ദേവി തന്നെ മതി എന്ന് പറയണമെങ്കിൽ ആ അമ്മയുടെ പാദപത്മങ്ങളിൽ ലയിച്ചു ചേരണം. അതിനെയാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു ട്രാൻസ്മൈഗ്രേഷൻ അല്ലെങ്കിൽ സാൽവേഷൻ, ആത്മപദം, മുക്തിപദം എന്നൊക്കെ നമ്മൾ പറയുന്നത്. തിരിച്ച് പ്രകൃതിയിൽ വരണ്ടെങ്കിൽ എവിടെ ലയിക്കും? ആ ഒരു ഈശ്വര ചൈതന്യം, പ്യുവർ ആയിരിക്കുന്ന കോൺഷ്യസ് തലം ശിവ ചൈതന്യത്തില് ഈ ജീവൻ ലയിച്ചു ചേരും. പിന്നെ അവന് നാമരൂപങ്ങളാകുന്ന ശരീരം എടുക്കേണ്ടി വരില്ല. ഈ ഭണ്ഡൻ ഇങ്ങനെ ജീവൻ എടുക്കാൻ കാരണം തന്നെ എന്താണ്? അവന്റെ ആസക്തിയാണ്. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിലൂടെ ഈ 14 ചാപ്റ്റേഴ്സ്, അതായത് 14 മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. ദേവിയുടെ അടുത്ത് നിന്ന് ഭൂമിയിൽ വരുന്ന ഓരോ ജീവനും തിരിച്ചു പോകാൻ ഏത് വഴിയെ പോകണം, അവനവന്റെ വാസനയ്ക്കനുസരിച്ചുള്ള വഴി നമുക്ക് തീരുമാനിക്കാം. മോക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, എല്ലാവർക്കും അവൈലബിൾ ആണ്, അതിന് പ്രത്യേക പൈസ കൊടുക്കണ്ട. പക്ഷെ അത് ആരും എടുക്കാറില്ല. പബ്ലിക്കായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവച്ച് നോക്കും, മിനിറ്റിനകം അത് അപ്രത്യക്ഷമാകും. പക്ഷെ ഈ മോക്ഷം എല്ലാവർക്കും ഈശ്വരൻ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ എന്താ? ആർക്കും അത് വേണ്ട. കാരണം എന്താ? അവിടെ സെൽഫ് എഫേർട്ട് വേണം. നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം, എടുത്ത് നമ്മൾ അത് കർമ്മത്തിലൂടെ ആചരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഫലം ചെയ്യുള്ളൂ. ആത്മാവെന്ന് പറയുന്നത് അതിന്റെ താഴെ ജീവൻ എന്ന തുടിപ്പ്, ആ സ്പന്ദന ശക്തി, ആ ഫോഴ്സ്, ഈ ശക്തി ഇല്ലെങ്കിൽ ശരീരം എന്തായിട്ട് തീരും? പ്രേതമായിട്ട് തീരും, അല്ലെ? ഇപ്പൊ ത്രിമൂർത്തികൾക്ക് പോലും ഈ സ്പന്ദനം ആവശ്യമുണ്ട്. ഈ ശരീരം ഒരു വാടക വീടാണ്. ഇതിലിരുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി സ്വന്തം വീട് വാങ്ങി നമ്മൾ അങ്ങോട്ട് മാറിക്കൊള്ളണം. കാരണം ഇവിടെ ഇരുന്ന് ഈ ഉപാധി മാർഗങ്ങള്, പൂജ, സത്സംഗം, ഉപാസന എല്ലാം തന്നെ നമുക്ക് പുണ്യം സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ്. നമ്മൾ പറയില്ലേ പൈസ കണ്ടെത്താൻ കുറച്ച് മാർഗങ്ങൾ തേടണം എന്ന്? അതുപോലെ ഈശ്വരൻ പറഞ്ഞു തരണം, നിനക്ക് ഞാനിതാ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തരാം എന്നിലേക്ക് എത്താനുള്ള. എന്തൊക്കെയാണ്? നമ്മുടെ ഉപാധി മാർഗങ്ങള്, പൂജ, സത്സംഗം, ഉപാസന, സാധന എല്ലാം തന്നെ നിനക്ക് പുണ്യം സമ്പാദിക്കാനുള്ള മാർഗമാണ്. നമ്മൾ അതിനെ കണ്ടെത്തിക്കൊള്ളണം. ശരീരം ഒരു ചെറിയ ഉപാധിയാണ്. ശരിക്കും പറഞ്ഞാല് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പോകും. കാരണം ഇതിവിടെ ഉപേക്ഷിച്ചേ പറ്റൂ. നമുക്ക് വാടക വീടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമുക്ക് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ഒരെണ്ണത്തിനെ വാങ്ങിക്കണം. സ്വന്തമായിട്ട് നമുക്കുണ്ട്, നമ്മുടെ സ്വന്തം ഗൃഹമുണ്ട്. ആ ഗൃഹത്തിൽ നമുക്ക് എത്തിച്ചേരണം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ അമ്മ തന്ന നമ്മുടെ മാതൃഗൃഹം നമുക്ക് കാത്തിരിക്കുകയാണ്. അതാണ് ജനിച്ച ഗൃഹത്തില് എവിടെ നിന്ന് വന്നു അവിടേക്ക് നമുക്ക് എത്തിച്ചേരണം. ഇപ്പൊ ഭണ്ഡാസുരൻ എന്നാൽ എന്താ? നല്ലതെന്ന് അർത്ഥമുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇമ്പോർട്ടന്റ്, അതായത് വളരെ എന്താ ഒരു ആസുരിക ശക്തി എന്നും അർത്ഥമുണ്ട്. അപ്പൊ നമുക്ക് ഏത് അർത്ഥം വേണമെങ്കിലും ഇതിലെടുക്കാം. കാരണം ശരീരം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് ശരീരം ഇല്ലായിരുന്നു, അല്ലെ? തൊട്ടു മുമ്പ് നമ്മൾ ആരായിരുന്നു? വെറും ആത്മാവായിരുന്നു. എപ്പോഴാണോ നമ്മൾ ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത്, അപ്പോഴേ നമുക്ക് ആ ഒരു അണ്ടവും സ്പേമും കൂടെ ചേർന്നപ്പോഴാണ് നമുക്ക് ശരീരം കിട്ടാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ എവിടെയായിരുന്നു? അറിയില്ല. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷെ നമുക്ക് ശരീരം കിട്ടി. ഭണ്ഡാസുരന് ഭാണ്ഡമായിരിക്കുന്ന ശരീരം കിട്ടി. എപ്പോഴ്? ഈശ്വര കൃപ കൊണ്ട്. ആ ഒരു ചിത്രസേനൻ അതിന് ശിവൻ ജീവൻ കൊടുത്തപ്പോൾ. അതുപോലെ നമ്മൾ എല്ലാവരും എന്താണ്? നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരുന്നു, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം നമുക്ക് ശരീരമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ജന്മം കൊടുക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ ഇരുന്ന നമുക്ക് ആര് തന്നു ശരീരം? ഈ പ്രപഞ്ചം തന്നു, അല്ലെ? ദേവി നമുക്ക് ഒരു ശരീരത്തെ തന്നു. ശരീരം ലഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ശരീരമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോഴാണ് നമ്മൾ ഈ മരണത്തെ കുറിച്ച് ഓർക്കുന്നത്. നമുക്കും ശരീരം ഇല്ലായിരുന്നു, അതുപോലെ വന്നതിനെല്ലാം ശരീരം പോയേ പറ്റൂ. അപ്പൊ ഇത് എന്റേതാണോ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റില്ല. എന്നാലും ഈ ശരീരം വിട്ടു പോവണ്ടായിരുന്നു. കുറച്ച് വയസ്സേ ആയുള്ളൂ, വെറും 50 വയസ്സ്, അത്രയേ ഉള്ളൂ, പോണ്ടായിരുന്നു. ഇതൊക്കെ പറയാൻ നമുക്ക് എന്താണ് അധികാരം? വന്നതെല്ലാം പോയേ തീരുള്ളൂ, അല്ലെ?
അപ്പോ നമുക്കും ഇത് തന്നെയാണ് സ്ഥിതി. നമ്മള് ശരീരമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ജീവകണമാണ് നമ്മള്. ഈ പ്രപഞ്ചത്തിൽ ഫ്ലോട്ട് ചെയ്ത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് ഭാണ്ഡം, ഒരു സഞ്ചി. എന്താ ഭണ്ഡാസുരന്റെ ഭാണ്ഡം? ഈ ഭണ്ഡാസുരൻ എങ്ങനെയാ ഈ ഭൂമിയിലേക്ക് വന്നത്? അവന്റെ ആണവ മായിക കാർമിക മലത്രയങ്ങളാണെന്ന് കണ്ടു. പക്ഷെ അവന്റെ ഭാണ്ഡം എന്തായിരുന്നു? അവന്റെ തോളില് ഒരു സഞ്ചി ഉണ്ടായിരുന്നു. ആ സഞ്ചിക്കകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? സഞ്ചിതം, പ്രാരാബ്ധം, ആഗമി. അപ്പൊ ഈ സാധനങ്ങൾ നിറച്ച ഒരു സഞ്ചി അവന്റെ തോളിൽ തൂക്കി. അതാണ് ഭാണ്ഡം. അത് തൂക്കി നടക്കുന്നതല്ലാതെ അതിനെ ഇറക്കി വെക്കാൻ നമ്മൾ വഴി നോക്കുന്നേ ഇല്ല. അത് തൂക്കി എന്താ പറയാ, വീണ്ടും പ്രാരാബ്ധം അതിനകത്തിടും, സഞ്ചി നിറച്ചു കൊണ്ടുപോകും. വീണ്ടും ആ സഞ്ചിയിൽ നിന്ന് കുറച്ചെടുത്ത് അടുത്ത ശരീരം എടുക്കും. ഈ ഭണ്ഡാസുരന്റെ ഭാരം എന്താണ്? ഈ ഭാണ്ഡമായിരിക്കുന്ന നമ്മുടെ 3 കർമ്മങ്ങൾ നിറഞ്ഞ ഒരു സഞ്ചി. അപ്പൊ ഈ 3-ാമത്തെ അധ്യായം, അതായത് ഇതിനെ ഇറക്കി വെക്കാനുള്ള വഴിയാണ് പറയുന്നത്. ഈ ഭണ്ഡാസുരൻ ആരാണ്? നമ്മൾ ഓരോരുത്തരും ആണെങ്കിൽ എന്റെ ഈ പ്രാരബ്ധ ആഗമി കർമ്മങ്ങൾ എങ്ങനെ ഞാൻ ഇറക്കി വെച്ച് ഇനി ഈ ജന്മത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റും? ഈ 3-ാമത്തെ അധ്യായം, അവിടെയാണ് ദേവി ആവിർഭവിക്കുന്നത്. ഈ അമ്മ എങ്ങനെ വരും? എനിക്ക് എങ്ങനെ ഈ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാവാൻ പറ്റും? ഈ ഭണ്ഡാസുരനായിരിക്കുന്ന എന്റെ ശരീരത്തിലിരിക്കുന്ന ആ ആസുരിക ശക്തിയെ, ആ സദാ നമുക്ക് ആ സത്യത്തെ കാണിച്ചു തരുന്ന ദേവി എപ്പോ വരും? എങ്ങനെ കൊണ്ടുവരണം? അതാണ് ഈ 3-ാം അധ്യായത്തിനുള്ള പ്രാധാന്യം. അപ്പൊ ഈ അധ്യായം ദേവിയെ ആവിർഭവിപ്പിക്കണം. എങ്ങനെ? അല്ലെ, ദേവി വരുന്നില്ലേ? വിളിച്ച ഉടനെ അമ്മ ഓടി വരുന്നുണ്ട്. കാരണം ദേവകാര്യ സമുദ്യത. അപ്പൊ ദേവിക്ക് ആവിർഭവിക്കാനുള്ള കാരണം ഈ 3-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരീരമില്ലാത്ത ഭണ്ഡാസുരൻ സൂക്ഷ്മ ശരീരത്തിലായിരുന്നു. നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. ആ ഭണ്ഡന് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഒരു സ്ഥൂല ശരീരം ലഭിച്ചു. സ്ഥൂല ശരീരം കൊണ്ട് മാത്രമേ സുഖഭോഗങ്ങളെ അനുഭവിക്കാൻ സാധിക്കൂ. സൂക്ഷ്മ ശരീരം എപ്പോഴും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. കാരണം സൂക്ഷ്മ ശരീരത്തിന് എപ്പോ സ്ഥൂലത്തിൽ പ്രവേശിച്ചോ അതിന് ദുഃഖമാണ്. അതൊരു കൂട്ടില്, അതൊരു ലിമിറ്റഡ് ആയിരിക്കുന്ന വെറും ഒരു വൃത്തികെട്ട സഞ്ചിക്കകത്താണ് അത് കയറുന്നത്. അതിനെന്ത് വേണം? അതിന് ഫ്രീഡം വേണം. അതിന് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ സൂക്ഷ്മ ശരീരത്തിന് സന്തോഷം ഉണ്ടാകുള്ളൂ. പക്ഷെ അതെല്ലാം നമ്മൾ മറന്നുപോകും. ശരിക്കും നമ്മൾ ആ ഒരു തൊട്ട് പ്രസവത്തിന് മുമ്പേ എപ്പോഴാണോ സകല അപരാധങ്ങളും ഈശ്വരനോട് പറഞ്ഞ് ആ ഈശ്വര പാദത്തിൽ സത്യം ചെയ്യണു, ഇനി എനിക്ക് ജന്മം വേണ്ട അമ്മ, ഇനി ഞാൻ ഈ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഈ ജന്മത്തോടെ തീർക്കാം എന്ന് സത്യം ചെയ്യുന്ന ആ നിമിഷമാണ് ആ ഒരു പ്രസവ വേദന അമ്മയ്ക്ക് ആരംഭിക്കുന്നത്. ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ആ സത്യം ഈശ്വരനോട് ചെയ്തതെല്ലാം നമ്മൾ പുറത്തു വന്നപ്പോ മറന്നുപോയി. അപ്പൊ സൂക്ഷ്മ ശരീരം ദുഃഖിക്കില്ലേ? കാരണം ഇതിനകത്ത് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. അത് നമ്മൾ മറന്നു പോണു. അപ്പൊ ഭണ്ഡൻ എന്ന് പറയുന്ന നമ്മുടെ ജീവൻ മനുഷ്യന് മാത്രം ബുദ്ധി കൊണ്ട് അറിഞ്ഞ് മോക്ഷത്തെ അടയണം. അതാണ് ശരിക്കും പറഞ്ഞാല് ഈ ലളിതാ സഹസ്രനാമം നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്നവനാണ്. പുണ്യം ഉണ്ടായാൽ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. പക്ഷെ മോക്ഷം മനസ്സിനെ നിയന്ത്രിച്ച് നേടേണ്ടതാണ്. ഉയർന്ന ലോകങ്ങളിൽ പോയി കുറച്ചു കാലം താമസിക്കാം. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന പോലെ. സ്വർഗം, പലതരത്തിലുള്ള സ്വർഗങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് നേരെ അവിടെ പോയി ഈ പറഞ്ഞ സുഖങ്ങളെല്ലാം അനുഭവിച്ച് സന്തോഷമായിട്ടിരിക്കാം. പക്ഷെ കയ്യിലെ പൈസ തീരുമ്പോ 5 സ്റ്റാർ 3 സ്റ്റാർ ആവും, 3 സ്റ്റാർ ഓർഡിനറി ഹോട്ടലാവും. ഓർഡിനറി ഹോട്ടലിൽ നിന്ന് അവിടെ പോകും നമ്മൾ വീണ്ടും തെരുവുകളിലേക്ക് വന്ന് പതിക്കും, ഇല്ലേ? അപ്പൊ പുണ്യം എന്ന് പറയുന്നത് നമുക്ക് ഹയർ ലോകങ്ങളിൽ പോകാനുള്ള ഒരു പാസ്പോർട്ടോ വിസയോ ആയിട്ട് കണ്ടോളണം. കാരണം അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നിത്യമായിരിക്കുന്ന ആ ഒരു ഉയർന്ന ലോകങ്ങളിൽ പോയാൽ പോരാ. നമുക്ക് എന്താ വേണ്ടത്? മോഹങ്ങളെ ക്ഷയിപ്പിച്ച് നിത്യമായിരിക്കുന്ന ആനന്ദ സമുദ്രത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ആ സുധാസിന്ധുവിലിരിക്കുന്ന മഹാപീഠത്തിലിരിക്കുന്ന ആ ലളിതാ ത്രിപുര സുന്ദരിയെ സേവിക്കണം. അമ്മയുടെ പാർഷദന്മാരാകണം. അമ്മയുടെ ശക്തി സൈന്യത്തിൽ ഒരാളാകണം. അമ്മയായിട്ട് തീരണം. അമ്മയുടെ മണ്ഡലത്തിൽ എത്തുന്നവരെല്ലാം അമ്മയാണ്. അതുകൊണ്ടാണ് ദേവി സ്വ ദേഹോദ്ഭൂതം എന്ന് പറയാൻ കാരണം. അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആ തിരിച്ചറിവ് നമ്മൾ അവിടെ ചെന്ന് എന്താ ഒരിക്കലും താഴോട്ട് വരാത്ത തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ മോക്ഷം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിനെ നിയന്ത്രിക്കണം. ഈ ഭണ്ഡനെ നിയന്ത്രിക്കണം. ഈ പറഞ്ഞ എന്താ പറയാ, അസു രമതേ ഇതി അസുരൻ. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവനാണ് അസുരൻ. അസുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ തരുന്ന സുഖഭോഗങ്ങളുടെ പിറകെ പോകാതെ അവൻ എന്ത് ചെയ്യണം? അവൻ ശരിക്കും പറഞ്ഞാല് ആ ഒരു അതില് രമിക്കാതെ ആ മനുഷ്യ ഗുണങ്ങൾ ഇല്ലാത്തവനാണ് അസുരൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഭണ്ഡാസുരൻ തന്റെ എല്ലാ അസ്ത്രശസ്ത്രങ്ങളും ഇല്ലാതാക്കി ആ ഒരു ശൂന്യകം എന്ന് പറയുന്ന നഗരം, ശോണിതപുരം എല്ലാം ദേവി ഇല്ലാതാക്കി. ഈ അസുരന്മാർക്കുള്ള നഗരങ്ങളെല്ലാം എന്താ? ആ പേരുകൾ കേൾക്കുമ്പോ തന്നെ അറിയാം. വെറും ശൂന്യം, വെറും ഒന്നുമില്ലാത്ത, ഇല്ലേ? പൂജ്യം. നമ്മൾ പൂജ്യം എന്ന് പറയില്ലേ? എന്താ അത്? അതിനകത്ത് ഒന്നുമില്ല. നമ്മൾ ഇതുപോലെയാണ് കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നത് വലിയ ഒരു നഗരം. അത് വെറും പൂജ്യം, സീറോ ആണ്. എന്നാൽ യഥാർത്ഥ സീറോ ആരാ?
പൂർണ്ണമത പൂർണ്ണമിതം. ആരാണ്? ആ ശിവഭഗവാനായിരിക്കുന്ന ആ മഹാശൂന്യ സ്ഥാനത്തിരിക്കുന്ന ശിവബോധം നമ്മളിൽ ഉള്ളിൽ വരണം. അപ്പൊ ഈ ശോണിതപുരം, ഈ ശരീരമായിരിക്കുന്ന ശോണിതപുരത്തെ ഇല്ലാതാക്കാൻ ആര് വരും? ദേവി വരും. ദൂരെ ഉള്ളവരെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ് അസ്ത്രം, അടുത്തുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നത് ശസ്ത്രം, അല്ലെ? വാള്, കുന്തം തുടങ്ങിയത്. നമ്മളെ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡോക്ടർ അടുത്തിരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ക്രിയയാണ് ശസ്ത്രക്രിയ. അപ്പൊ ശസ്ത്രം എന്ന് പറഞ്ഞാല് ശരീരത്തിൽ ഉപയോഗിക്കുന്നത് വാള്, കുന്തം തുടങ്ങിയവ. ആ ഒരു ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി. അപ്പൊ നാരായണ ദശാകൃതി, മുകുന്ദ, മുക്തി നിലയ. ഒരു ജീവൻ ജനിച്ചാലും മരിച്ചാലും 10 ദിവസം പുലപാലായ്മയാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താ കാര്യം? ജീവൻ 5 ക്രിയകളാണ്. എന്തൊക്കെയാണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം. ഇപ്പൊ ആ ഒരു സുഷുപ്തി നില, അതാണ് പരനില എന്ന് പറയുന്നത്. ശുദ്ധിയാകുന്നത് അപ്പോഴാണ്. നമ്മൾ എപ്പോഴും ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ആ ഒരു തലത്തിൽ നിന്ന് തുരീയം, തുരീയാതീതം, ആ 2 തലത്തിലേക്ക്, അതാണ് ഈശ്വര ഭാവമാണ് നമുക്ക് തുരീയം എന്ന് പറയുന്ന തലം. ഈശ്വരന്റെ ആ ഒരു 5 കൃത്യങ്ങൾ: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അപ്പൊ ജീവനും പരമാത്മാവിനെയും ചേർക്കുന്നതാണ് ശരിക്കും പറഞ്ഞാല് ഒരു മന്ത്രം. അതാ അമ്മേ ദേവി നാരായണി, നാരായണ എന്നൊക്കെ പറയുന്നത് എന്താ? ജീവനെ പരമാത്മാവിന് ചേരാനുള്ള ഒരു പാലമാണ് ഈ നാരായണൻ, നാരായണി. അതായത് ഈ വ്യാപിച്ചു കിടക്കുന്ന വിഷ്ണുബോധം, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന വിഷ്ണു സ്ഥിതിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. എപ്പോഴാ? ഈ ജീവൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം. അപ്പൊ ഈ പാലം നമുക്ക് എപ്പോഴാ കാണാൻ പറ്റും? ഈശ്വരനെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റൂ. ആ പാലമാണ് ഈ നാരായണി അല്ലെങ്കിൽ നാരായണനായിരിക്കുന്നത്. അപ്പൊ ദേവി ശൂന്യകം എന്ന് പറയുന്ന നഗരം, അത് ജീവന്റെ അസ്ഥി ശരീരം എന്ന ശൂന്യകം. ശോണിതപുരം എന്ന് പറയുന്ന രക്തപുരം, ചുവന്ന വർണ്ണമുള്ള നഗരം. ദേവി കരുണാവതിയാണ്. ബ്ലഡ് കൊണ്ട് നമ്മൾ സസ്റ്റെയിൻ ആകുന്ന ആ ഒരു ശരീരം, അതാണ് സപ്തസാഗരം. സപ്തസാഗരം എന്ന് പറഞ്ഞാൽ 7 സമുദ്രങ്ങൾ. നമ്മുടെ എന്തുകൊണ്ടാണ് 7 സമുദ്രങ്ങൾ? നമ്മളെ പഞ്ചഭൂതങ്ങൾ, അതായത് നമ്മുടെ ആ ഒരു 5 ചക്രങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. ഈ 5 ഭൂതങ്ങളെ അതിക്രമിക്കാനാണ് ദേവിയുടെ ശ്രീചക്രത്തിൽ നമ്മൾ പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്നത്. അതിന്റെ കൂടെ 2 കാര്യം എന്തൊക്കെയാണ്? മനസ്സും ബുദ്ധിയും. അപ്പോ നമ്മുടെ ഈ 7 ജന്മം, നമുക്ക് 7 ജന്മം വരെ മാത്രമേ പുറകോട്ട് പോകാൻ പറ്റൂ. എല്ലാം നമ്മൾ സപ്ത പിതൃക്കള്, സപ്തലോകം, ഇല്ലേ? അപ്പൊ നമ്മൾ 7 ലിറ്റർ ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ദേവി കാമേശ്വര അസ്ത്രം കൊണ്ട് നശിപ്പിച്ചു. എന്തിനെ? നമ്മുടെ ശരീരമാകുന്ന ഈ 7 ലിറ്റർ ബ്ലഡ് ഉള്ള ശോണിതപുരത്തെ ദേവി ആവിർഭവിച്ചിട്ട് എന്ത് ചെയ്തു? ഭണ്ഡാസുരൻ ഒരു അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഭണ്ഡാസുരൻ ദേവിക്കെതിരെ ഒരു അസ്ത്രം പ്രയോഗിച്ചു. സർവാസുര അസ്ത്രം ദേവിക്കെതിരെ പ്രയോഗിച്ചു. അപ്പൊ ഇത് പ്രയോഗിച്ചാൽ എന്താണ് ആ ഒരു പ്രയോജനം? ഈ ഭണ്ഡാസുരൻ എന്താ? ദേവിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇതുവരെ ഇല്ലാതിരിക്കുന്ന എല്ലാ രാക്ഷസന്മാരും തിരിച്ചു വരിക എന്നർത്ഥം. കാരണം ഭണ്ഡാസുര വധത്തിന് വന്ന ദേവിയോട് യുദ്ധം ചെയ്യാൻ ഭണ്ഡാസുരൻ എന്ത് ചെയ്തു? എല്ലാ യുഗങ്ങളിലുണ്ടായ ആസുരിക ശക്തികളെയും തിരിച്ചു വിളിച്ചു. അതാണ് സർവാസുര അസ്ത്രം എന്ന് പറയുന്നത്. രാവണൻ, ഹിരണ്യകശിപു, രക്തബീജൻ, മഹിഷാസുരൻ, അവരൊക്കെ ഓരോ യുഗങ്ങളില് ഓരോ തലത്തില് ദേവിയുടെ ആവിർഭാവം അതിന് കാരണമായിരുന്ന അസുരന്മാരാണ്. അവരെ എല്ലാം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ ഭണ്ഡാസുരൻ തിരിച്ചു കൊണ്ടുവന്നു. നോക്കൂ എത്ര ഭയങ്കരമായിരിക്കും ആ ശരീരം. ആ ശരീരത്തിൽ ഈ അസുരന്മാരെല്ലാം വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ ദേവി എന്ത് ചെയ്തു? അവരെ ഇല്ലാതാക്കണം, അല്ലെ? ദേവി പാശുപതാസ്ത്രവും മഹാപാശുപതവും എല്ലാം പ്രയോഗിച്ചു നോക്കി. അപ്പൊ ഭണ്ഡനും 30 കുട്ടികള്, ഭണ്ഡന്റെ 30 മക്കള് ബാലാ ത്രിപുര സുന്ദരി സംഹരിച്ചു. ഈ 30 കുട്ടികളുടെ ജീവൻ എന്ന് പറയുന്നത് എന്താ? 30 നാളുകള്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തിഥി നിത്യ ദേവതകളെ വെച്ച് നോക്കണമെങ്കിൽ, ചന്ദ്രന്റെ തിഥികളെ വെച്ച് നോക്കണമെങ്കിൽ 30 ദിവസമാണ് ഒരു ജീവൻ ജീവിച്ചിരിക്കുക. കാരണം നമ്മുടെ 27 ദിവസം നമ്മുടെ അന്നം കഴിച്ചാൽ നമ്മുടെ അന്നമയ കോശത്തിൽ നിന്ന് അത് പ്രാണനായിട്ട് തീരുന്ന, മനസ്സായിട്ട് തീരുന്നത് 27 നാളുകൾ കൊണ്ടാണ്. അതിന്റെ അവശിഷ്ടം അതുവരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ഗർഭോപനിഷത്ത് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ 30ാമത്തെ ദിവസം എന്തായിട്ട് തീരും? നമ്മുടെ മനസ്സിനെ അതിക്രമിച്ച് നിൽക്കും, അല്ലെ? അതിനാണ് ഈ 30 ദിവസത്തിന്റെ കണക്കെന്ന് പറയുന്നത്. അപ്പൊ ഈ അഹം ബ്രഹ്മാസ്മി ഉണരാനായിട്ട് ജീവന് 30 ദിവസം മതി. ബാലാ ത്രിപുര സുന്ദരിയുടെ മുഖാണ്, അതായത് നമ്മുടെ ഈ ഒരു പഞ്ചദശി മന്ത്രം അല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ മുഖപത്മം എന്ന് പറയുന്നത് പ്രഥമ കൂടമാണ്, അല്ലെ? ഇന്ദ്രിയങ്ങളെല്ലാം മുഖത്താണ് ഇരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ മോക്ഷത്തിന് ഉപയോഗിക്കണം. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങള്, കണ്ണന്റെ സഹോദരന്മാര് 15 പേര്, അവര് രാത്രിയിൽ വന്നിട്ട് കപട യുദ്ധം നടത്തുകയാണ്, അല്ലെ?
അപ്പൊ മനുഷ്യന്റെ 30 വികാരങ്ങളാണ് ഈ 30 പുത്രന്മാരായിട്ട് കാണുന്നത്. 15 പേര് പകൽ ആക്റ്റീവാണ്, 15 പേര് രാത്രി ആക്റ്റീവാണ്, അല്ലെ? ഒരു രക്ഷയില്ല, പകലും രാത്രിയും 15 റുട്ടീനായിട്ട് വന്നിങ്ങനെ ഭണ്ഡനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ 28-ാം നാള് മഹാത്മ്യം, അവിടെ ദേവി നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവിർഭൂതയാവുകയാണ്. പരാശക്തിയുടെ തിഥിനിത്യ ദേവതകളെ 15 പേര്, കാമേശ്വരി മുതൽ ചിത്ര വരെയുള്ള ശുക്ലപക്ഷം, ഇവര് വന്ന് 15 ഭണ്ഡ സഹോദരന്മാരെ വധിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും ദേവി നമ്മളെ രക്ഷിക്കും. കാരണം എന്താ? ശുക്ലപക്ഷം, അതായത് വെളിച്ചം. അപ്പൊ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? ശുക്ലപക്ഷവും ആമാവാസി എന്ന് പറഞ്ഞാൽ ഇരുട്ടും. അപ്പൊ അജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു എപ്പം ഇല്ലാതാകുന്നു? ചിദഗ്നി കുണ്ട സംഭൂതയായ ദേവി ഭണ്ഡനെ അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിച്ചു. കാരണം നമ്മളെ ഓരോ ജീവനെയും നമ്മൾ അജ്ഞാനത്തിൽ മുങ്ങി കിടക്കണവരാണ്. അപ്പൊ ആ ഭണ്ഡ യുദ്ധത്തില് ഭണ്ഡൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവനാണ്. ഭണ്ഡൻ ഒരു വിഘ്നയന്ത്രം പ്രയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു വിഘ്നയന്ത്രം. എന്താണ് ഈ യന്ത്രം? ആര് യുദ്ധത്തിന് വന്നാലും അവന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന യന്ത്രം. അപ്പൊ ആർക്കും ആ യന്ത്രത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല. കാരണം അപ്പോ ദേവി കാമേശ്വരന്റെ മുഖത്ത് നോക്കും, വിഘ്നേശ്വരൻ വരും, അല്ലേ? വിഘ്നയന്ത്രം ഉടച്ചവൻ, അതാണ് വിഘ്നേശ്വരൻ. അപ്പൊ ശക്തികളുടെ 3 രഥങ്ങളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. നമ്മള് 3 രഥങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കണം. ശരീരമാകുന്ന രഥം അത് എപ്പോഴും തുടങ്ങി? ബ്രഹ്മചര്യത്തിൽ തുടങ്ങി. ഗാർഹസ്ഥ്യത്തിലൂടെ വാനപ്രസ്ഥം. 3 രഥങ്ങള് ഓടുന്നു. 64,000 കോടി ദേവതകള്. ഇവിടെ ദേവതകളെല്ലാം തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രഥമാണിത്. എല്ലാ യോഗിനികളുടെ പേരും ഭാസ്കരരായർക്ക് അറിയാമായിരുന്നു. ശ്രീ ഭാസ്കരരായ മഖി, അദ്ദേഹത്തിന് ഈ ചതുഷ്ഷഷ്ടി കോടി ദേവതകളുടെ പേര് പറഞ്ഞ് അവരുടെ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ പറയുമായിരുന്നു എന്ന് പറയണം. അപ്പൊ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം നേരിട്ട് കണ്ടിട്ടാണ് അത് പറയുന്നത്. ദേവി അദ്ദേഹത്തിന്റെ ഇടത്തെ തോളിലിരുന്ന് എല്ലാം പറഞ്ഞു കൊടുക്കും അത്രേ. അപ്പോ വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ്? 28 ബീജാക്ഷരങ്ങളോട് കൂടിയ എന്താ ആ മന്ത്രം, എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ആ ഗജമുഖനായിരിക്കുന്ന ഗണപതി, എല്ലാ ഗണങ്ങളുടെയും പതി. അതെന്താണ് ഈ 28 അക്ഷരങ്ങളുടെ പ്രാധാന്യം? 28 ചടങ്ങുകൾ ഇല്ലാതാക്കുന്ന മന്ത്രമാണ് ആ ഒരു 28 അക്ഷരമുള്ള ഗണപതി മന്ത്രം. ഗണപതി തത്വം പറയുമ്പോൾ നമുക്കത് കൂടുതൽ വിശദമായിട്ട് പോവാം. കാരണം എല്ലാ ചടങ്ങുകളുടെയും പതിയായിട്ടിരിക്കും. നമ്മൾ ചടങ്ങുകളെ ഓരോന്നിലൊക്കെ ഇങ്ങനെ കുരുങ്ങി നമ്മുടെ വിഘ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ ആ ഒരു പലതിനോടുള്ള ആ ഒരു താതാത്മ്യമാണ്. അപ്പൊ ഈ മനുഷ്യ ജന്മത്തിൽ നിന്ന് മുക്തി, അതായത് പിന്നെ നമുക്ക് തരുന്നത് ദേവിയുടെ 10 വിരലിൽ നിന്ന് വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ വന്ന് ഭണ്ഡ സൈന്യത്തെ ഇല്ലാതാക്കി. അപ്പൊ നാരായണ മന്ത്രം ജീവാത്മ ആ ഒരു ജീവ പരമന്ത്രാണ്. ശരിക്കും ജീവനെയും പരമാത്മാവിനെയും കണക്ട് ചെയ്യുന്ന മന്ത്രമാണ് നാരായണ മന്ത്രം. അപ്പൊ ദേവി ആദ്യന്തരഹിതയാണ്. ഒരു നാൽക്കാലി, 4 കാലുകളെ കുറിച്ച് അറിയണില്ല, അല്ലെ? പശുവിനോ കാളയ്ക്കോ പോത്തിനോ ഒക്കെ അവന് 4 കാലുണ്ടെന്ന്, അതിന് 4 കാലുണ്ടെന്ന് അറിയില്ല. പക്ഷെ ശരീരം എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെയാണ്? ശരീരം, ജീവൻ, ആത്മാവ്, പരമാത്മാവ്. അപ്പൊ ഇത് അറിയുന്ന ഒറ്റ ജീവിയേ ഉള്ളൂ. 4 കാലില്ലെങ്കിലും മനസ്സുകൊണ്ട് അറിയാൻ പറ്റുന്ന ആരാ? നമ്മുടെ എന്താ പറയാ മനുഷ്യൻ ഇതറിയാം. പക്ഷെ അവൻ 4 കാലിക്ക് സമമായിട്ടാ ജീവിക്കുന്നത്. അവന് 4 കാലുകളുള്ള കട്ടില്. നമുക്ക് ദേവിയുടെ മഞ്ചത്തിന് എന്താ 4 കാലുകൾ, അല്ലേ? അതിലാണ് ദേവി ഇരിക്കുന്നത്. നമ്മൾ അതിന് 4 കാലിക്ക് തുല്യമായിട്ട് നമ്മൾ 4 കാലുള്ള കട്ടിലില് സുഖമായിട്ട് മെത്തയിട്ട് കിടന്നുറങ്ങുന്നു, അല്ലെ? നമ്മൾ 4 കാലിയാണെന്ന് കാണിക്കാനാണ് 4 കാലുള്ള കട്ടില്. കാരണം നമുക്കെന്താ ഈ 4 എണ്ണം നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കണമെന്ന് അറിയില്ല. ശരീരമുണ്ട്, നമുക്ക് ജീവനുണ്ട്, ആത്മാവുണ്ട്, പരമാത്മാവുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഉണരണം. കാരണം ദേവി ഇരിക്കുന്നത് ഏതാ? പഞ്ചപ്രേത മഞ്ചത്തിലാണ്. പഞ്ചബ്രഹ്മങ്ങളുടെ പുറത്ത് 4 കാലുള്ള കട്ടിലിൽ തന്നെയാ ദേവി ഇരിക്കുന്നത്. പക്ഷെ അമ്മ ആരാ? ഉണർന്നവളാണ്. ദേവിക്ക് ജാഗ്രതാണ്. ദേവി ഉണർന്നിരിക്കണു, അല്ലെ? സദാശിവനാകുന്ന പലകയിൽ നമ്മളും ഈ ജീവൻ, ഈ പറയുന്ന 4 തത്വങ്ങള്, അതിനെ നമ്മൾ അറിഞ്ഞോണം. ഇത് 4ഉം നമ്മുടെ ശരീരത്തിലാണെന്ന് അറിയണം. ഇതിൽ നിന്ന് ഉണരുമ്പോഴാണ് മനുഷ്യ ജന്മമാകുന്ന ഈ ശരീരമാകുന്ന മീഡിയത്തിലൂടെ നമുക്ക് അടുത്ത ലോകങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഭണ്ഡന്റെ ഈഗോ പലപ്പോഴും എന്താ? ദേവി കളിച്ചു, ഇങ്ങനെ കളിയായിട്ടെടുത്ത് അവന്റെ എല്ലാം ഇല്ലാതാക്കി. ദേവി വന്ന് എന്താ ഒരു കളി പോലെ 4 രാത്രിയും 4 പകലും കൊണ്ട് എന്താ അവനെ ശുദ്ധനാക്കി എടുത്തു. അവനെ ഇല്ലാതാക്കി എന്നല്ല, ഇവിടെ ഡിസ്ട്രക്ഷൻ ഇല്ല, ട്രാൻസ്ഫോർമേഷനേ ഉള്ളൂ. അപ്പൊ അതിന് കാമേശ്വരാസ്ത്രം കൊണ്ട് ആ അവസാനം അമ്മയുടെ കരുണ, തന്റെ സ്വന്തം തന്റെ സ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. ആര്? കാമേശ്വരിയായിരിക്കുന്ന ദേവി. നിന്റെ സ്വരൂപമാ ഇതാ, നിന്റെ അച്ഛൻ ഇതാണ്, നിനക്ക് പോണ്ടേ, ഇനി നിനക്ക് അച്ഛൻ്റെ അടുത്ത് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭണ്ഡനെ, ആ ജീവനെ ശുദ്ധമാക്കി കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് എന്താ
ആ ഒരു ശിവബോധത്തെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ? ത്യാഗത്വമേക അമൃതത്വം അശ്നുതേ. ത്യാഗം കൊണ്ട് മാത്രമേ നമുക്ക് അമൃതത്വത്തെ നേടാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താ? നമ്മുടെ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ നേച്ചർ, അതായത് ഐദർ യു ഹാവ് ടു ഗീവ്, നമ്മുടെ ഗുരുജി എപ്പോഴും പറയും, ഐദർ യു ഹാവ് ടു ഗീവ് അപ്പ് യുവർ നേച്ചർ ഓർ വിൽ നേച്ചർ ടേക്ക് ഇറ്റ്. നേച്ചർ വിൽ കം ആൻഡ് ടേക്ക് ഇറ്റ്. നമ്മൾ ഇങ്ങനെ നമ്മുടെ കുറെ കാര്യങ്ങൾ പിടിച്ചു വെച്ചോണ്ടിരുന്നാല് പ്രകൃതി വന്നത് തട്ടിപ്പറിച്ചുകൊണ്ടുപോകും. ഭിക്ഷുഗീതയിൽ അത് തന്നെയാ പറയുന്നത്. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതൊക്കെ എന്ത് ചെയ്തു? കാലവും പ്രകൃതിയിലും എന്നിൽ നിന്ന് കവർന്നെടുത്തു. അയ്യോ, എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കാതെ നിന്റെ കയ്യിലിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന രത്നത്തെ തിരിച്ചറിയൂ. നമ്മളെ നോബഡി ഈസ് പെർമനന്റ്. നമ്മുടെ ആ പ്രൈഡ്, ഈഗോ, ദ്വൈത വാസന, ഇതെല്ലാമാണ് നമ്മളെ ആവശ്യമില്ല. ഈ ഭണ്ഡാസുരനാണ് നമ്മളെ ഈ ജീവിതം, ഈ ലോകത്തിലുള്ള വാസത്തെ ദുഃഖകരമായിട്ട് തീർക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ദേവിയുടെ, ആ ദേവി നമ്മളെ തിരിച്ച് നമ്മുടെ സഫറിങ്സിൽ നിന്ന്, നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ ആ ഒരു ശോണിതപുരത്തെ ഇല്ലാതാക്കി സത്യത്തെ കാണിച്ചു തന്ന് അമ്മ നമുക്ക് മുക്തിപ്രദായിനിയായിരിക്കുകയാണ്. അപ്പൊ ദേവന്മാരും ദേവ ഋഷികളെ, ഇന്ദ്രൻ, എല്ലാവരും ദേവിയെ നമസ്കരിച്ചു. ആരാ ഇന്ദ്രൻ? നമ്മുടെ മനസ്സ്. ദേവന്മാരാരാ? നമ്മുടെ ഇന്ദ്രിയങ്ങള്. ഋഷികളാരാ? നമ്മുടെ ഋഷീകങ്ങള്. അപ്പൊ നമ്മളായിട്ട് തീർന്നു. നമ്മുടെ സ്വസ്വരൂപ ദർശനം നമുക്ക് കിട്ടി. ഇതാണ് ഈ അടുത്ത നമ്മൾ കയറാൻ പോകുന്ന 3-ാം അധ്യായമായിരിക്കുന്ന ഭണ്ഡാസുര വധത്തിന്റെ തത്വം. കാരണം ഇത് നിങ്ങൾ നല്ലവണ്ണം അറിഞ്ഞിട്ട് വേണം, അല്ലാതെ വെറുതെ 14 അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ 14 വാക്കുകൾ എടുത്ത് ഓരോന്നും ദേവി ആ രഥത്തിൽ വന്നു, ഈ രഥത്തിൽ വന്നു, ആ ഒരു അമ്മയുടെ വൈഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോ ഇതിനെ ബേസിക് തത്വം അറിഞ്ഞ് ഇത് നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ബേസ്മെന്റ് ഇല്ലെങ്കിൽ കെട്ടിടം കെട്ടിപ്പൊക്കാൻ പറ്റില്ല. കാരണം കാറ്റത്ത് വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോ കെട്ടിടം ഇടിഞ്ഞു വീഴും, ഇല്ലേ? അമ്മയാകുന്ന ചിന്താമണി ഗൃഹത്തെ നിങ്ങൾക്ക് സഹസ്രാര പത്മത്തിൽ കാണണമെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും അമ്മയെ കാണണമെങ്കിൽ നമ്മുടെ ബേസ്മെന്റ് ഈ ഭണ്ഡാസുരൻ ഞാനാണെന്ന തിരിച്ചറിവ്. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനൊരു ചീത്ത വ്യക്തിയാണോ? അല്ല, ഞാൻ നന്മയാണ്, മറ്റതാണ്. യഥാർത്ഥ മുഖം ലോകത്ത് ആർക്കും അറിയില്ല, അവനവന് മാത്രമേ അറിയൂ. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യണ്ട, ഇയാള് നല്ലത് അയാള് നല്ലത്. നമ്മൾക്ക് മാത്രമേ നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം നമ്മുടെ മനസ്സിന് 4 അറകളാണ്. നമ്മൾ രഹസ്യം സൂക്ഷിക്കുന്നവരാണ്, കള്ളം പറയുന്നവരാണ്, മൂടുപടം ഇടുന്നവരാണ്, ബാക്കിയുള്ളവരെ താഴ്ത്തിക്കൊണ്ട് നമ്മൾ നല്ലതാണെന്ന് പ്രൊജക്ട് ചെയ്യണവരാണ്. ഇതൊക്കെ ഭണ്ഡാസുരന്റെ ക്വാളിറ്റീസ് ആണ്. ഈ ഭണ്ഡാസുരന്റെ ക്വാളിറ്റീസ് എല്ലാം നഷ്ടപ്പെടണം. നമുക്ക് അകത്തും പുറത്തും ഒറ്റ മുഖം മാത്രമേ ഉണ്ടാവൂ. അതാണ് ദേവി സാധനയുടെ പ്രത്യേകത. ദേവി ആയിത്തീരണം, ശുദ്ധമാകണം. ശുദ്ധമാകണം എന്ന് പറഞ്ഞ് കുളിച്ച് ശുദ്ധമാകലല്ല, മനസ്സുകൊണ്ട് ശുദ്ധമാകണം. എല്ലാവരിലും ദേവി തത്വത്തെ കാണണം. എല്ലാവരോടും സ്നേഹം വേണം, നന്മ വേണം, ദാനം വേണം. ഈ ആസുരിക ഭാവങ്ങളെ ഇല്ലാതാക്കണം. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം തന്നെ അകത്തോട്ടേക്ക് തിരിക്കണം. ഈ ദേവിയെ ചിന്താമണി ഗ്രഹത്തിൽ ജീവനെ പ്രാപ്തമാക്കുന്ന, നമ്മളെ തടസ്സപ്പെടുത്തുന്ന, എന്റെ ഉള്ളിലെ ഭണ്ഡാസുരനെ വധിക്കാൻ എന്റെ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് ശ്രീചക്ര ആരൂഢയായിട്ടിരിക്കുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരി ആവിർഭൂതയാകണം. ഓരോ ശ്രീവിദ്യ ഉപാസകന്റെയും പരമമായിരിക്കുന്ന ലക്ഷ്യമാണിത്. ആ ലക്ഷ്യപ്രാപ്തിക്ക് ദേവി നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.